ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. +1 പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 10 എസ്സേകളാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. 100% ഈ ചോദ്യങ്ങളിൽ നിന്ന് പൊതുപരീക്ഷയ്ക്ക് എസ്സേ പ്രതീക്ഷിക്കാം. പൊതുപരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചതാണ്. ആദ്യത്തെ 5 എസ്സേകൾ മുൻകാലങ്ങളിൽ പൊതുപരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. ബാക്കി വരുന്ന 5 എണ്ണം ഓരോ പ്രാവശ്യവും പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എല്ലാ എസ്സേയും പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് നിങ്ങൾക്ക് പൊതുപരീക്ഷയ്ക്ക് നേടാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഒന്നാമത്തെ എസ്സേ പരിശോധിക്കാം. അനലൈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ് സിസ്റ്റം ഇൻ ആൻഷ്യൻ്റ് മെസോപ്പൊട്ടോമിയ. പുരാതന മെസോപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യയുടെ പുരോഗതിയെക്കുറിച്ച് വിശകലനം ചെയ്യുക. ക്യൂണിഫോം, വെഡ്ജ് ഷേപ്പ്. ക്യൂണിഫോം എന്നാൽ ആപ്പ് ആകൃതിയിലുള്ള അക്ഷരങ്ങളാണ്. ക്ലേ ടാബ്ലറ്റ്സ്, പിക്ചർ ലൈക്ക് സയൻസ് ആൻഡ് നമ്പേഴ്സ്. കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ചിഹ്നങ്ങളും അക്കങ്ങളുമാണ് രേഖപ്പെടുത്തിയിരുന്നത്. സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, വെഡ്ജ് ഷേപ്പ്ഡ് സയൻസ്. ടാബ്ലറ്റ്സ്, എഴുത്ത് രീതി എന്ന് പറയുന്നത് ആപ്പ് ആകൃതിയിലുള്ള ചിഹ്നങ്ങളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. സ്ക്രൈബ്, ക്ലേ ടാബ്ലറ്റ്സ്, മൺഫലകങ്ങളിലാണ് എഴുതുന്നത്. യൂസ് ഓഫ് റൈറ്റിംഗ്സ്, എഴുത്ത് വിദ്യയുടെ ഉപയോഗം. റെക്കോർഡ്സ്, രേഖകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിക്ഷണറീസ്, ഡിക്ഷണറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഡീഡ്സ് ഓഫ് കിങ്സ്, രാജകൽപ്പനകൾ അറിയിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റോറിങ് ഇൻഫർമേഷൻ, സെൻഡിങ് മെസ്സേജസ്, വിവരങ്ങൾ ശേഖരിക്കാൻ, സന്ദേശങ്ങൾ കൈമാറാൻ. ദ ലെഗസി ഓഫ് റൈറ്റിംഗ്സ്, എഴുത്ത് വിദ്യയുടെ നേട്ടങ്ങൾ. ടൈം റെക്കണിംഗ്, സമയം കണക്ക് കൂട്ടാൻ സാധിച്ചു. മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രത്തിൽ പുരോഗതി നേടാൻ വേണ്ടി സാധിച്ചു. മാത്സ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ, സ്ക്വയർ റൂട്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഗണിതത്തിൽ ഹരണം, സ്ക്വയർ, സ്ക്വയർ റൂട്ട്, കൂട്ടുപലിശ എന്നിവയൊക്കെ കാണാൻ അവർക്ക് അറിയാമായിരുന്നു. മെസോപ്പൊട്ടോമിയക്കാർക്ക് അറിയാമായിരുന്നു. കലണ്ടർ, 12 months 1 year. കലണ്ടർ അവർക്കുണ്ടായിരുന്നു. 12 മാസം ഒരു വർഷമായിട്ട് അവർ കണക്കാക്കിയിരുന്നു. 4 weeks 1 month, 4 ആഴ്ചയെ ഒരു മാസമായി കണക്കാക്കിയിരുന്നു. 24 hours 1 day, ഒരു ദിവസം 24 മണിക്കൂറായി അവർ കണക്കാക്കിയിരുന്നു. 60 minutes 1 hour, 60 മിനിറ്റ് ഒരു മണിക്കൂറായി അവർ കണക്ക് കൂട്ടിയിരുന്നു. സോളാർ ലൂണാർ എക്ലിപ്സസ്, സൂര്യചന്ദ്ര ഗ്രഹണത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഒന്നാമത്തെ ചോദ്യം നമ്മൾ അതിൻ്റെ ഉത്തരവും മനസ്സിലാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ദ സ്കോളേഴ്സ് ഓഫ് ഇസ്ലാം മേഡ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദ ലേണിംഗ് ആൻഡ് കൾച്ചർ ഓഫ് ദ വേൾഡ്. എല്യൂസിഡേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഇസ്ലാമിക പണ്ഡിതന്മാർ വിജ്ഞാനത്തിനും സംസ്കാരത്തിനും മഹത്തായ സംഭാവനകൾ നൽകി. ഈ പ്രസ്താവന വ്യക്തമാക്കുക. ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ചോദ്യം. ഏരിയാസ് ടു ബി കൺസിഡേർഡ്, എക്സ്പ്ലെയിൻ എനി 4. ഏതെങ്കിലും 4 മേഖലകൾ വിവരിക്കുക. ലോ, നിയമം. ഫിലോസഫി, തത്വചിന്ത. സൂഫിസം. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ഭാഷ, സാഹിത്യം, ചരിത്രം. ആർട്ട്, ആർക്കിടെക്ചർ, കാലിഗ്രാഫി. കല, വാസ്തുവിദ്യ, കാലിഗ്രാഫി. ഇതിലേതെങ്കിലും ഒരു 4 മേഖല വിവരിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് ഉത്തരം പരിശോധിക്കാം. നോളേജ് ഡിറൈവ്ഡ് ഫ്രം ഖുറാൻ. ഖുറാനിൽ നിന്നാണ് എല്ലാ വിജ്ഞാനവും ഉണ്ടാകുന്നതെന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ശരിയ മീൻസ് ലോ. ശരിയത്ത് എന്ന് പറഞ്ഞാൽ നിയമമാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് എല്ലാ വിജ്ഞാനത്തിൻ്റെയും ഉറവിടം ഖുറാൻ എന്നാണ്. അവരുടെ നിയമത്തെ ശരിയ എന്ന് വിളിക്കുന്നു. സൂഫീസ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് മൈൻഡഡ് പീപ്പിൾ. ഇസ്ലാമിൻ്റെ അകത്തുള്ള മതചിന്തകരായ ഒരു വിഭാഗം ആണ് സൂഫികൾ. ബയാസിദ് ബിസ്താമി, ആൻ ഇറാനിയൻ സൂഫി. ഒരു ഇറാനിയൻ സൂഫിയാണ് ബയാസിദ് ബിസ്താമി. അതുപോലെ തന്നെ റാബിയ ഓഫ് ബസ്ര, ബസ്രയിലെ റാബിയയും ഒരു സൂഫിയാണ്. ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്ക് ഫിലോസഫി ആൻഡ് സയൻസ്. ഗ്രീക്ക് തത്വചിന്തയും ശാസ്ത്രത്തിൻ്റെയും സ്വാധീനം. ഗ്രീക്ക് ബുക്സ് ഇൻ ടു അറബിക്. ഉമിയാദ് ആൻഡ് അബ്ബാസിഡ്
ഡൈനാസ്റ്റിക്. ഉമിയാദുകളുടെയും അബ്ബാസിഡ് ഭരണത്തിൻ്റെയും കാലത്ത് ഗ്രീക്ക് ബുക്കുകൾ അറബി ഭാഷയിലേക്ക് തർജിമ ചെയ്യപ്പെട്ടു. ബൈത്തുൽ ഹിക്മ ഇൻ ബാഗ്ദാദ്, ലൈബ്രറി കം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ബാഗ്ദാദിൽ സ്ഥാപിച്ചതാണ് ലൈബ്രറി കം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. വർക്ക്സ് ഓഫ് അരിസ്റ്റോട്ടിൽ, എലമെന്റ്സ് ഓഫ് യൂക്ലിഡ്, ടോളമീസ് അൽമാഗസ്റ്റ്, ഇതൊക്കെ അവർക്ക് പരിചിതമായിരുന്നു. അരിസ്റ്റോട്ടലിൻ്റെ വർക്ക്, അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് യൂക്ലിഡ്, ടോളമീസ് അൽമാഗസ്റ്റ്, ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് അറിയാമായിരുന്നു. ഇബൻ സിന, ഹി വാസ് എ ഫിലോസഫർ, ഡോക്ടർ. അൽ ഖ്വാനിൻ ഫിൽ തിബ്, ക്യാനൻ ഓഫ് മെഡിസിൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ്. ഇബൻ സിനയുടെ പ്രശസ്തമായ കൃതിയാണ് അൽ ഖ്വാനിൻ ഫിൽ തിബ്, ക്യാനൻ ഓഫ് മെഡിസിൻ. ഇൻ യൂറോപ്പ് ഹി വാസ് നോൺ ആസ് അവിസെന്ന, അദ്ദേഹത്തെ യൂറോപ്പിൽ അറിയപ്പെടുന്ന അവിസെന്ന എന്ന പേരിലാണ്. അബു നവാസ് ക്ലാസിക്കൽ പോയട്രി, ക്ലാസിക്കൽ കവിതകൾ എഴുതിയ കവിയാണ് അബു നവാസ്. വീഞ്ഞ്, പുരുഷ പ്രണയം, ഇതൊക്കെയായിരുന്നു പ്രമേയം. രുദഖി ഫാദർ ഓഫ് ന്യൂ പേർഷ്യൻ പോയട്രി, പുതിയ പേർഷ്യൻ കവിതയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് രുദഖിയാണ്. ന്യൂ പേർഷ്യൻ മീൻസ് പഹലവി പ്ലസ് അറബി. പുതിയ പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത് പഹലവിയും അറബിയൊക്കെ ചേർന്നതാണ്. ഗസൽ ലിറിക്കൽ പോയംസിനെയാണ് ഗസൽ എന്ന് പറയുന്നത്. ലിറിക്കൽ കവിതയാണ് ഗസൽ എന്ന് പറയുന്നത്. റുബായി മീൻസ് ക്വാട്രെയിൻ, 4 വരി കവിതയാണ് റുബായി എന്ന് പറയുന്നത്. റുബായി റീച്ച്ഡ് ഇറ്റ്സ് സെനിത്ത് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഉമർ ഖയ്യാമിൻ്റെ കാലത്താണ് ഈ റുബായി അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയത്. റുബായി എന്ന രീതിയിലുള്ള 4 വരി കവിത അതിൻ്റെ ഉന്നതിയിലെത്തിയത് ഉമർ ഖയ്യാമിൻ്റെ കാലത്താണ്. ഉമർ ഖയ്യാമിൻ്റെ പ്രശസ്തമായ കൃതിയാണ് റുബയാത്ത്. ഫിർദൗസിയുടെ പ്രശസ്തമായ കൃതിയാണ് ഷഹനാമ. ബുക്ക് ഓഫ് കിങ്സ്. ഫോർമേഷൻ ഓഫ് ഇറാൻ ടു ദി കോൺക്വസ്റ്റ് ഓഫ് അറബ്സ്, അത് ഇറാന്റെ രൂപീകരണം മുതൽ അറബികളുടെ ആക്രമണം വരെയുള്ള ഒരു ചരിത്ര കാവ്യമാണ് ഷാനാമ, ഫിർദൗസി എഴുതിയത്. ദ കാറ്റലോഗ്, കിതാബുൽ ഫിഹ്റിസ്റ്റ്. ഇബൻ നദീം ഓഫ് ബാഗ്ദാദിലെ ഇബൻ നദീം എഴുതിയ ഒരു പുസ്തകമാണ് കാറ്റലോഗ്. ഇത് എഴുതിയത് പ്രോസ്, കഥാരൂപത്തിലാണ്, ഗദ്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് അമ്യൂസ്മെന്റ്, ധാർമ്മിക വിദ്യാഭ്യാസത്തിനും രസിപ്പിക്കുന്ന അനേകം കാര്യങ്ങളിലെ പുസ്തകങ്ങളെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ധാർമ്മിക വിദ്യാഭ്യാസത്തിനും രസിപ്പിക്കുന്ന അനേകം പുസ്തകങ്ങളെ കുറിച്ചാണ് ദ കാറ്റലോഗിൽ പറയുന്നത്. കാറ്റലോഗിൽ പറയുന്ന ഒരു കൃതിയാണ്, ഒരു സ്റ്റോറിയാണ് ഖലീല വ ദിംന. ഇത് അറബിക് പഞ്ചതന്ത്രമാണ്. നമ്മുടെ പഞ്ചതന്ത്രം അറബിയിലേക്ക് വിവർത്തനം ചെയ്തതാണ്. അലക്സാണ്ടർ ആൻഡ് സിന്ദബാദ്, അഡ്വഞ്ചറസ് സ്റ്റോറീസ്, സാഹസിക കഥകളായ അലക്സാണ്ടർ ആൻഡ് സിന്ദബാദ് കഥകളൊക്കെ ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. 1001 Nights, 1001 രാവുകൾ ഇസ്ലാമിക ലോകത്തെ സംഭാവനയാണ്. ആർക്കിടെക്ചർ, വാസ്തുവിദ്യ. മോസ്ക്, ആർച്ചസ്, ഡോംസ്, മിനാറസ് ആൻഡ് ഓപ്പൺ കോർട്ട്യാർഡ്സ്. മുസ്ലിം പള്ളികൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ ആർച്ചുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ താഴിക കുടം ഉണ്ടായിരിക്കും, മിനാരങ്ങളുണ്ട്, തുറസായ ഒരു നടുമുറ്റമുണ്ട്. ഇതൊക്കെയാണ് മോസ്കിൻ്റെ പ്രത്യേകത. മറ്റൊരു കലയാണ് കാലിഗ്രാഫി മീൻസ് ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. മനോഹരമായ കൈയെഴുത്തിനെയാണ് കാലിഗ്രാഫി എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമിക ലോകത്തിൻ്റെ സംഭാവനയാണ്. അടുത്ത ഒരു നേട്ടം എന്ന് പറയുന്നത് അറബിസ്ക് എന്ന് പറഞ്ഞാൽ ജോമെട്രിക് ആൻഡ് വിജിറ്റൽ ഡിസൈൻസ്. ജാമതീയ ഡിസൈനുകളും സസ്യലതാദികളുടെ ചിത്രീകരണവുമാണ് അറബിസ്ക് എന്ന് പറയുന്നത്. ജീവനുള്ള വസ്തുക്കളെ വരക്കാൻ പാടില്ല, ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമിതീയ ഡിസൈനുകളിൽ സസ്യലതാദികളെയൊക്കെ വരക്കുന്ന ആ കലയാണ് അറബിസ്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ ചോദ്യം, മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഓർഡേഴ്സ്. വാട്ട് ആർ എക്സ്പ്ലെയിൻ ദെയർ ഫീച്ചേഴ്സ്. മധ്യകാല യൂറോപ്യൻ സമൂഹം 3 ക്രമമായി
വിഭജിച്ചിരുന്നു. ഏതൊക്കെ ആയിരുന്നു അവ? വിവരിക്കുക. പ്രത്യേകം ഓർക്കുക, ഈ എസ്സേ ഏറ്റവും കൂടുതൽ +1 ഏറ്റവും കൂടുതൽ ചോദിച്ച, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് ഇത് എന്ന് ഓർക്കുക. 5ഓ 6ഓ പ്രാവശ്യം ഇത് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് എല്ലാ വർഷവും ഒരു ചോദ്യം, ഈ ചോദ്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇത് പഠിക്കുക. ഫ്യൂഡലിസം. എന്താണ് ഫ്യൂഡലിസം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഫ്യൂഡ് മീൻസ്, ഫ്യൂഡ് ഡിറൈവ്ഡ് ഫ്രം ജർമ്മൻ വേർഡ് എ പീസ് ഓഫ് ലാൻഡ്. ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് ലാൻഡ്, ചെറിയ തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. മാർക്ക് ബ്ലോക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഫ്യൂഡലിസത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഫ്യൂഡൽ സൊസൈറ്റി. 3 ഓർഡേഴ്സ്. ഏതൊക്കെയാണ് ഈ 3 ക്രമങ്ങൾ എന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഓർഡർ ദ ക്ലർച്ചി, പുരോഹിതന്മാരാണ് ഒന്നാമത്തെ ക്രമം. സെക്കൻഡ് ഓർഡർ നൊബിലിറ്റി, പ്രഭുക്കന്മാരാണ്. തേർഡ് ഓർഡർ പെസൻസ്, കർഷകരാണ് മൂന്നാമത്തെ ക്രമം. ഫസ്റ്റ് ഓർഡർ ക്ലർജിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പുരോഹിത വർഗം. കാത്തലിക് ചർച്ച് ഹാഡ് ലോ, ലാൻഡ്, ലെവി ടാക്സസ്. ഈ കാത്തലിക് ചർച്ചിന്, സഭയ്ക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നു, സ്വന്തം നിയമം ഉണ്ടായിരുന്നു, നികുതിയും പിരിച്ചിരുന്നു. ഹെഡ് ഓഫ് ചർച്ച് വാസ് കോൾഡ് പോപ്പ്. സഭയുടെ തലവനെ പോപ്പ് എന്നാണ് വിളിക്കുന്നത്. വില്ലേജസ് ഹാഡ് ചർച്ച്. ഓരോ ഗ്രാമത്തിനും ചർച്ച് ഉണ്ടായിരുന്നു, ഓരോ ഗ്രാമത്തിലും ചർച്ച് ഉണ്ടായിരുന്നു. ബിഷപ്സ്. ബിഷപ്സ് മീൻസ് റിലീജിയസ് നൊബിലിറ്റി. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ മതരംഗത്തെ പ്രഭുക്കന്മാരാണ്. ഓൺഡ് എസ്റ്റേറ്റ്സ്, ഗ്രാൻഡ് പാലസസ്. സ്വന്തമായിട്ട് വലിയ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, വലിയ കൊട്ടാരങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. ചർച്ച് കളക്റ്റഡ് എ ടാക്സ് കോൾഡ് ടൈത്ത്, 1/10 ഓഫ് ദ പ്രൊഡ്യൂസ് എവരി ഇയർ. പള്ളി നികുതി പിരിച്ചിരുന്നു കർഷകരിൽ നിന്ന്. അതിന് വിളിക്കുന്ന പേരാണ് ടൈത്ത്. ടൈത്ത് എന്നാണ് അതിനെ വിളിക്കുന്നത്. 1/10 ഒരു വർഷത്തെ ഉൽപാദനത്തിൻ്റെ 1/10 നികുതിയായിട്ട് പിരിച്ചിരുന്നത്. മങ്സ്. ആരാ മങ്സ്? ഡിവോട്ടഡ് ക്രിസ്ത്യൻസ്. മങ്സ് എന്ന് പറയുന്നത് ഈശ്വരഭക്തിയുള്ള ക്രിസ്ത്യാനികളെയാണ് മങ്സ് എന്ന് പറയുന്നത്. ദേ ലിവ് ഐസൊലേറ്റഡ്. ഏകാന്തവാസമായിരുന്നു അവർ അനുഷ്ഠിച്ചിരുന്നത്. അബേസ് ഓർ മൊണാസ്ട്രീസ്, സന്യാസി മഠങ്ങൾ, മഠങ്ങളിലാണ് അവർ താമസിക്കുന്നത്. ദർ ഹെഡ് വാസ് കോൾഡ് ആബട്ട്. അവരുടെ തലവനെ വിളിക്കുന്നത്, സന്യാസിമാരുടെ തലവനെ വിളിച്ചിരുന്നത് ആബട്ട് എന്നാണ്. സെന്റ് ബെനഡിക്റ്റ് ഹി കൺസ്ട്രക്റ്റഡ് എ മൊണാസ്ട്രി ഇൻ ഇറ്റലി, മോണ്ടി കാസിനോ. ക്ലൂനി ഇൻ ബർഗാണ്ടി ഇൻ ഫ്രാൻസ്. 2 ഉദാഹരണം നമുക്ക് തന്നിട്ടുണ്ട്. സെന്റ് ബെനഡിക്റ്റ്, വിശുദ്ധനായ ബെനഡിക്റ്റ് സ്ഥാപിച്ച ഒരു സന്യാസി മഠമാണ് മോണ്ടി കാസിനോ. അതുപോലെ തന്നെ ക്ലുനി, ബർഗാണ്ടിയിലെ ക്ലുനിയിൽ ഫ്രാൻസിൽ ഒരു മഠം സ്ഥാപിച്ചിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ചർച്ച് ആൻഡ് സൊസൈറ്റി. പള്ളിയും സമൂഹവും തമ്മിലുള്ള ബന്ധം. ക്രിസ്മസ്, ക്രൈസ്റ്റ് ബർത്ത്. ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു. ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈസ്റ്റർ, അതുപോലെ തന്നെ ഈസ്റ്റർ ആഘോഷിക്കും. ഈസ്റ്റർ ക്രൂസിഫിക്കേഷൻ ആൻഡ് റൈസിംഗ് ഫ്രം ഡെത്ത്. കുരിശേറിയ ദിനവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ആഘോഷിക്കുമായിരുന്നു. പിൽഗ്രിമേജ്, തീർത്ഥാടനം നടത്തുമായിരുന്നു. വലിയ കത്തീഡ്രലിലേക്ക്, വലിയ പള്ളികളിലേക്കൊക്കെ തീർത്ഥാടനം നടത്തുമായിരുന്നു. ഷ്രൈൻസ് ഓഫ് മാർട്ടിയേഴ്സ് ആൻഡ് ബിഗ് ചർച്ചസ്. രക്തസാക്ഷി ദേവാലയങ്ങളിലേക്കാണ് ഈ തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കാറ്. വലിയ ദേവാലയങ്ങളിലേക്കും ഇങ്ങനെ തീർത്ഥാടനം നടത്താറുണ്ട്. ദ സെക്കൻഡ് ഓർഡർ നൊബിലിറ്റി. 2ാം ക്രമം പ്രഭുവർഗമാണ്. സെൻട്രൽ റോൾ ഇൻ സോഷ്യൽ പ്രോസസ്, കൺട്രോൾഡ് ലാൻഡ്. ഭൂമിയെ നിയന്ത്രിക്കുന്നത് ഈ 2ാമത്തെ ക്രമമായ പ്രഭുവർഗമാണ്. സെൻട്രൽ റോൾ ഇൻ സോഷ്യൽ പ്രോസസ്. സാമൂഹ്യ പ്രക്രിയയുടെ കേന്ദ്രമാണ് ഈ നൊബിലിറ്റി എന്ന് പ്രത്യേകം ഓർക്കുക. പ്രഭുവർഗം എന്ന് ഓർക്കുക. വാസലേജ്. ഈ പ്രഭുവർഗത്തിന് ഈ ഭൂമിയിൽ വയ്ക്കുന്നത് ഒരു വാസലേജ്, ആശ്രിതാവസ്ഥ എന്ന സിസ്റ്റത്തിൽ കൂടിയായിരുന്നു, സമ്പ്രദായത്തിൽ കൂടിയായിരുന്നു. എന്താണ് വാസലേജ് എന്ന് നോക്കാം. ഓൾ ലാൻഡ് ബിലോങ് ടു കിങ്. എല്ലാ ഭൂമിയും രാജാവിൻ്റെതായിരുന്നു. ഭൂമി മുഴുവൻ രാജാവിൻ്റെതായിരുന്നു. നോബൽസ് വാസൽസ് ഓഫ് കിങ്സ്. രാജാവിൻ്റെ ആശ്രിതരാണ് നോബൽസ്. അതുപോലെ തന്നെ ഈ നോബൽസിൻ്റെ പ്രഭുവർഗത്തിൻ്റെ ആശ്രിതരാണ് പെസൻസ്, കർഷകർ. ഇങ്ങനെയാണ് പരസ്പരം ആശ്രയിച്ചിട്ടാണ് കിങ്, നോബൽ, പെസൻസ്. ഇതിനെയാണ് വാസലേജ് എന്ന് പറയുന്നത്. കിങ് ഭൂമി നോബൽസിന് നൽകും, നോബൽസ് അത് കൃഷി ചെയ്യാനായി പെസൻസിന് കൊടുക്കും. അപ്പം ഈ ബന്ധത്തെയാണ് വാസലേജ് എന്ന് പറയുന്നത്.
കിങ് സീനിയർ, ഒരു ലോർഡ്, കിങ്ങിനെ വിളിക്കുന്നത് സീനിയർ അല്ലെങ്കിൽ ലോർഡ് ആയിട്ടാണ് പ്രഭുക്കന്മാർ കരുതുന്നത്. ഹു വുഡ് പ്രൊട്ടക്ട് ദ വാസൽ, അദ്ദേഹം ഈ വാസലിനെ അദ്ദേഹം രാജാവ് പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. ദ നോബിൾസ് എൻജോയ്ഡ് എ പ്രിവിലേജ്ഡ് സ്റ്റാറ്റസ്, ഈ പുരോഹിതന്മാർക്കല്ല പ്രഭുവർഗത്തിന് വിശേഷ അധികാരം ഉണ്ടായിരുന്നു. അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ ഹിസ് പ്രോപ്പർട്ടി, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ മുകളിൽ പൂർണ്ണ അവകാശം പ്രഭുവിന് ഉണ്ടായിരുന്നു. ഫ്യൂഡൽ ലെവീസ്, അദ്ദേഹം ഒരു സൈന്യം ഉണ്ടാക്കിയിരുന്നു, അതിന് വിളിക്കുന്ന പേരാണ് ഫ്യൂഡൽ ലെവീസ്, എ ട്രൂപ്സ്. കോർട്ട് ഓഫ് ജസ്റ്റിസ്, സ്വന്തമായി കോടതി പ്രഭുക്കന്മാർക്കുണ്ടായിരുന്നു. മിന്റ് കോയിൻസ്, നാണയം അവർ മുദ്രണം ചെയ്തിരുന്നു. ഇതൊക്കെ ഈ പ്രഭുവർഗത്തിനുള്ള വിശേഷ അധികാരങ്ങളാണ്, സ്പെഷ്യൽ പ്രിവിലേജസ് ആണ്. വാസ്റ്റ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്, അതായത് സ്വന്തമായി ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. ഹിസ് പ്രൈവറ്റ് ഫീൽഡ്, സ്വന്തമായി കൃഷി ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു, സ്വകാര്യ വയലും ഉണ്ടായിരുന്നു. ഹിസ് ഓൺ ഡൊല്ലിങ്സ്, അവിടെ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം ഉണ്ടായിരുന്നു. പാസ്റ്റർസ്, മേച്ചിൽപ്പുറം ഉണ്ടായിരുന്നു. കന്നുകാലികളൊക്കെ അവിടെയാണ്, പ്രഭുവിൻ്റെ കന്നുകാലികളൊക്കെ അവിടെയാണ് മേയിച്ചിരുന്നത്, കുതിരകളെയൊക്കെ മേയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പാസ്റ്ററൽ ലാൻഡിലാണ്. ഹോം ആൻഡ് ഫീൽഡ്സ് ഓഫ് ടെനൻസ്, കുടിയാന്മാരുടെ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു. പ്രഭുവിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ കുടിയാന്മാർ എന്നാണ് പറയുന്നത്. സ്വന്തമായി ഭൂമിയില്ല, ഭൂമി പ്രഭുവിൻ്റെതാണ്. ആ ഭൂമി പെസൻസിന് നൽകുന്നത്, കർഷകർക്ക് നൽകുന്നത് നോബിളാണ്. അവരെ ടെനൻസ് എന്നാണ് പറയുന്നത്, കുടിയാന്മാർ എന്നാണ് പറയുന്നത്. മാനർ, ലോർഡ്സ് ഹൗസ്, പ്രഭുവിൻ്റെ വീടുകളെ പറയുന്ന പേരാണ് മാനർ. ലോർഡ്സ് ഹൗസ്, പ്രഭുവിൻ്റെ വീടുകളെ മാനർ എന്നാണ് വിളിക്കുന്നത്. ദ മാനോറിയൽ എസ്റ്റേറ്റ്, എന്താണ് മാനോറിയൽ എസ്റ്റേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഹിസ് ഓൺ മാനർ ഹൗസ്, അവിടെ ഈ മാനോറിയൽ എസ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ മാനർ ഹൗസ് ഉണ്ടായിരിക്കും. കൺട്രോൾഡ് വില്ലേജസ്, ഹൺഡ്രഡ്സ് ഓഫ് വില്ലേജസ്, നൂറുകണക്കിന് ഗ്രാമങ്ങളെ അവിടെ നിന്നായിരിക്കും അദ്ദേഹം നിയന്ത്രിക്കുന്നത്. മാനോറിയൽ എസ്റ്റേറ്റ്സ്, സ്മോൾ ഡസൻ ഫാമിലീസ്. മാനോറിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ഒരു മാനോറിയൽ എസ്റ്റേറ്റിൽ ഡസൻ ഫാമിലീസ് ഉണ്ടായിരിക്കും. 12 ഫാമിലിയെങ്കിലും ഉണ്ടായിരിക്കും, കർഷകരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടാവും. ബിഗ് മാനോറിയൽ എസ്റ്റേറ്റ് 50 or 60 ഫാമിലീസ്. വലിയ മാനോറിയൽ എസ്റ്റേറ്റിൽ 50 മുതൽ 60 വരെ കുടുംബങ്ങൾ ഉണ്ടായിരിക്കും, അതായത് ടെനൻസ്, കർഷകർ ഉണ്ടായിരിക്കും. സെൽഫ് സഫിഷ്യന്റ് എക്കണോമി, ഈ മാനോറിയൽ എസ്റ്റേറ്റ് സ്വയം പര്യാപ്തമായ എസ്റ്റേറ്റ് ആണെന്നാണ് കരുതുന്നത്. ബ്ലാക്ക് സ്മിത്ത്, കാർപ്പൻറ്റർ, സ്റ്റോൺ മാൻഷൻ, അവിടെ ഇരുമ്പ് പണിക്കാരും മരപ്പണിക്കാരും കൽപ്പണിക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. വിമൺ വേവ് ഫാബ്രിക്, സ്ത്രീകൾ തുണി നെയ്യും. ചിൽഡ്രൻ വർക്ക്ഡ് ലോർഡ്സ് വൈൻ ഫാക്ടറി, കുട്ടികൾ പ്രഭുവിൻ്റെ വൈൻ ഫാക്ടറിയിൽ ജോലി ചെയ്യും. പാസ്റ്ററൽ ലാൻഡ്, കാറ്റിൽ ആൻഡ് ഹോഴ്സസ് ഗ്രാസ്ഡ്, പുൽമേട് സ്വന്തമായിട്ടുണ്ട് പ്രഭുവിന്, അവിടെ കുതിര കന്നുകാലികളൊക്കെ മേഞ്ഞു നടക്കും. എസ്റ്റേറ്റ്സ് ഹാഡ് ഫോറസ്റ്റ്, സ്വന്തമായി ഒരു വനം തന്നെ പ്രഭുവിനുണ്ടായിരുന്നു. ലോർഡ് ഹണ്ടഡ്, അവിടെ പ്രഭു വേട്ടയാടുമായിരുന്നു. എസ്റ്റേറ്റ് ഹാഡ് ചർച്ച് ആൻഡ് എ കാസിൽ ഫോർ ഡിഫൻസ്, എല്ലാ എസ്റ്റേറ്റിലും ഒരു പള്ളിയും ഒരു കോട്ടയും ഉണ്ടായിരിക്കും. ദ നൈറ്റ്സ്, നൈറ്റുകൾ. ആരാ നൈറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. നൈറ്റ്സ് ലിങ്ക്ഡ് ടു ദ ലോർഡ്, പ്രഭുവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് നൈറ്റുകൾ. ലോർഡ് ഗേവ് എ പീസ് ഓഫ് ലാൻഡ്, ഇറ്റ് ഈസ് കോൾഡ് ഫീഫ്. ഈ പ്രഭുക്കന്മാർ ഈ നൈറ്റുകളെ നമുക്ക് അശ്വാരൂഢർ എന്നൊക്കെ മലയാളത്തിൽ പറയാം. അപ്പം ഈ പ്രഭുക്കന്മാർ ഈ നൈറ്റുകൾക്ക് ഒരു ചെറിയ തുണ്ട് ഭൂമി, അത്ര ചെറുതല്ല, ഒരു 1000 ഏക്കറൊക്കെ വരുന്ന വലിയ ഭൂമി അവർക്ക് നൽകും. ആ ഭൂമിയെ വിളിക്കുന്നതാണ് ഫീഫ് എന്ന് വിളിക്കുന്നത്. ഫീഫ് എന്ന് പറയുന്നത് നൈറ്റുകൾക്ക് പ്രഭുക്കന്മാർ നൽകുന്ന ഭൂമിയാണ്. എ നൈറ്റ് ഫീഫ് കൺസിസ്റ്റഡ്, അങ്ങനെ ഈ നൈറ്റുകൾക്ക് കിട്ടുന്ന ആ ഫീഫ് എന്ന് പറയുന്ന ഭൂമിയിൽ കൺസിസ്റ്റഡ് ഹിസ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീട്, ചർച്ച്. എ വാട്ടർ മിൽ, ഒരു ജലം കൊണ്ട് പ്രവർത്തിക്കുന്ന മില്ല് ഉണ്ടായിരിക്കും. വൈൻ പ്രസ്, വൈൻ ഉണ്ടാക്കുന്ന ഒരു പ്രസ്സും അവിടെ ഉണ്ടായിരിക്കും. ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ പെസൻസ്, ആ ഭൂമിയിലും കൃഷി ചെയ്യുന്നത് കർഷകർ തന്നെയാണ്. നൈറ്റ് പെയ്ഡ് ഹിസ് ലോഡ് ടു എ റെഗുലർ ഫീ, ഈ നൈറ്റ് അദ്ദേഹത്തിൻ്റെ പ്രഭുവിന് കൃത്യമായ ഒരു തുക ഫീസായിട്ട് അല്ലെങ്കിൽ നികുതിയായിട്ട് നൽകും. ഫൈറ്റ് ഫോർ ഹിം, ഈ പ്രഭുവിന് വേണ്ടി യുദ്ധത്തിന് പോകുന്നത് ഈ നൈറ്റുകളാണ്. പ്രത്യേകം ഓർക്കുക, പ്രഭുവിന് വേണ്ടി യുദ്ധത്തിന് പോകുന്നത് ഈ നൈറ്റുകളാണ്.
ദ തേർഡ് ഓർഡർ, മൂന്നാമത്തെ ക്രമം നമുക്ക് നോക്കാം. പെസൻസ് ഫ്രീ ആൻഡ് അൺഫ്രീ. മൂന്നാമത്തെ ക്രമം എന്ന് പറയുന്നത് കർഷകരാണ്. സ്വതന്ത്ര കർഷകരുണ്ട്, അസ്വതന്ത്ര കർഷകരുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത കർഷകരും അവിടെയുണ്ട്. പെസൻസ് ഹാഡ് ദെയർ ഓൺ ലാൻഡ്. ഈ കർഷകർ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം ആരുടെ കുടിയാനാണ്? ഈ പ്രഭുവിൻ്റെ കുടിയാൻ ആണ്, പക്ഷെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരിക്കും. ഹാഡ് ടു ഗീവ് മിലിറ്ററി സർവീസ്. പക്ഷേ അദ്ദേഹം ഈ പ്രഭുവിന് വേണ്ടി സൈനിക സേവനം അനുഷ്ഠിക്കണമായിരുന്നു. ഹാഡ് ടു വർക്ക് ഓൺ ലോർഡ്സ് ഫീൽഡ്. പ്രഭുവിൻ്റെ വയലിൽ പണിയെടുക്കണമായിരുന്നു. ഫ്രീ പെസൻസ് ഹാഡ് ടു പേ എ ടാക്സ്. സ്വതന്ത്ര കർഷകർ ഒരു നികുതി നൽകണമായിരുന്നു. അതിനെ വിളിക്കുന്ന ടെയ്ലി ടു കിങ്. രാജാവിന് കൊടുക്കേണ്ട, സ്വതന്ത്ര കർഷകർ രാജാവിന് കൊടുക്കേണ്ട നികുതിയെ വിളിക്കുന്ന പേരാണ് ടെയ്ലി. സെർഫ്സ്. സെർഫ്സ് മീൻസ് അൺഫ്രീ പെസൻസ്. സ്വാതന്ത്ര്യമില്ലാത്ത കർഷകർ, അവരെ വിളിക്കുന്നത് സെർഫുകൾ എന്നാണ്. സെർഫ്സ്. ദേ ഹാഡ് നോ ലാൻഡ്. അവർക്ക് ലാൻഡ്, ഭൂമി ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് നോ ലാൻഡ്. വർക്ക് ഓൺ ലോർഡ്സ് ലാൻഡ് വിത്തൗട്ട് വേജസ്. കൂലി ഇല്ലാണ്ട് പ്രഭുവിൻ്റെ ഭൂമിയിൽ പണിയെടുക്കുമായിരുന്നു. കൾട്ടിവേറ്റ് എ സ്മോൾ പീസ് ഓഫ് ലാൻഡ്. സ്വന്തമായിട്ട് ചെറിയ ഒരു ഭൂമിയിൽ അവർക്ക് കൃഷി ചെയ്യാമായിരുന്നു. സ്വന്തമായിട്ട് ചെറിയ ഒരു തുണ്ടു ഭൂമിയിൽ അവർക്ക് കൃഷി ചെയ്യാമായിരുന്നു. ബിലോങ്ഡ് ടു ദ ലോർഡ്. പക്ഷേ ആ ഭൂമി പ്രഭുവിൻ്റെതാണ്. ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിൽ ബഹുഭൂരിപക്ഷവും പ്രഭുവിന് നൽകണമായിരുന്നു. നാലാമത്തെ ചോദ്യം പരിശോധിക്കാം. ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ആസ്റ്റക്സ്, ദ മായാസ് ആൻഡ് ദ ഇങ്കാസ്. ആസ്റ്റക്കുകളുടെയും മായന്മാരുടെയും ഇങ്കകളുടെയും സംഭാവന വിലയിരുത്തുക. ആദ്യം നമ്മൾ ആസ്റ്റക്കുകളെ കുറിച്ച് പഠിക്കാം. ദ ആസ്റ്റക്സ്. ആസ്റ്റക്കുകളെ സാമ്രാജ്യം മെക്സിക്കോയിലാണ്. 12th century, 12ാം നൂറ്റാണ്ടിലാണ് ഈ സാമ്രാജ്യം വളർന്നു വന്നത്. ദെയർ സൊസൈറ്റി എന്ന് പറയുന്നത് ഹെയറാർക്കിക്കലാണ്. ഹെയറാർക്കിക്കൽ, ശ്രേണി മാതൃകയിലുള്ളതായിരുന്നു അവരുടെ സമൂഹം. നോബിൾസ് അഥവാ പ്രഭുക്കന്മാർ, ഹൈ പൊസിഷൻ, അവരാണ് ഉന്നത സ്ഥാനം. ഗവൺമെൻറ്, ആർമി, പ്രീസ്റ്റ്ഹുഡ്, ഇതിലൊക്കെയുള്ള ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പ്രഭുക്കന്മാരായിരുന്നു. ഭരണത്തിലും സൈന്യത്തിലും അതുപോലെ തന്നെ പ്രീസ്റ്റ്ഹുഡ്, ഇതിലൊക്കെ അവരായിരുന്നു ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയത്. നോബിൾസ് ദേ സെലക്റ്റഡ് സുപ്രീം ലീഡർ. അവരിൽ നിന്ന് ഈ പ്രഭുക്കന്മാർ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും. പ്രഭുക്കന്മാർ അവരുടെ ഇടയിൽ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുക്കുന്ന നേതാവാണ് രാജാവ് അല്ലെങ്കിൽ എംപറർ. അഗ്രികൾച്ചർ, അവർ കൃഷി നടത്തിയിരുന്നു. ചിനാമ്പസ് എന്ന് പറയുന്ന കൃത്രിമ തടാകം അവർ നിർമ്മിച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്, ലേക്ക് മെക്സിക്കോ തടാകത്തിൽ ഒരു കൃത്രിമമായ തടാകം നിർമ്മിച്ച് അവിടെ അവർ കൃഷി ചെയ്തിരുന്നു. ടെനോക്ടിലാനാണ് അവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ടെനോക്ടിലാൻ അവരുടെ തലസ്ഥാന നഗരമാണ്. ദേ കൺസ്ട്രക്റ്റഡ് ടെമ്പിൾസ് ഡെഡിക്കേറ്റഡ് ടു സൺ ഗോഡ്, ഗോഡസ് ഓഫ് വാർ. അവർ ഇത് സമർപ്പിച്ചിരുന്നത് യുദ്ധദേവൻ അല്ലെങ്കിൽ സൂര്യദേവന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ പണിയിപ്പിച്ചത്. ലാൻഡ് ഓൺഡ് ക്ലാൻ. ഭൂമി സമുദായത്തിൻ്റെതായിരുന്നു, വ്യക്തിയുടെ ആയിരുന്നില്ല. ഭൂമി വ്യക്തികളുടെ ആയിരുന്നില്ല, സമുദായത്തിൻ്റെതായിരുന്നു. കോൺ, ബീൻസ്, പംകിൻസ്, പൊട്ടറ്റോസ്, ഇതൊക്കെ അവർ കൃഷി ചെയ്തിരുന്നു. കോൺ, ബീൻസ്, പംകിൻസ്, പൊട്ടറ്റോസ്. സ്ലേവറി പ്രിവലന്റ്. അടിമത്തം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. ഒരു തരത്തിലുള്ള അടിമത്തം ഈ ആസ്റ്റക് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇനി എഡ്യൂക്കേഷൻ. ചിൽഡ്രൻ ഓഫ് നൊബിലിറ്റി. വിദ്യാഭ്യാസത്തിൽ ചിൽഡ്രൻ ഓഫ് നൊബിലിറ്റി, പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളുകളെ വിളിച്ചിരുന്നത് കൽമെക്കക്. അവിടെ ഈ പ്രഭുക്കന്മാരുടെ മക്കളെ പഠിപ്പിച്ചിരുന്നത് മിലിറ്ററി, റിലീജിയസ് ലീഡർ ആകാൻ വേണ്ടിയിട്ടുള്ള പഠനമായിരുന്നു അവിടെ നടത്തിയിരുന്നത്. പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളുകളെ കൽമെക്കക്. അവർക്ക് സൈനിക പരിശീലനം, മതപഠനമൊക്കെ ആയിരുന്നു അവിടെ നടത്തിയിരുന്നത്. ചിൽഡ്രൻ ഓഫ് ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാരുടെ മക്കൾ പഠിച്ചിരുന്നത് ടെപ്പോക്കല്ലി എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു. ടെപ്പോക്കല്ലി, സാധാരണക്കാരുടെ മക്കൾ പഠിച്ചിരുന്ന ടെപ്പോക്കല്ലി എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു. അവിടെ അവർ പഠിച്ചിരുന്ന ഹിസ്റ്ററി, മിത്സ്, മിലിറ്ററി ട്രെയിനിങ്, ട്രേഡ് എക്സെട്ര, ചരിത്രം, മിത്തുകൾ, കച്ചവടം, ഇതൊക്കെയായിരുന്നു സാധാരണക്കാരുടെ മക്കളെ ടെപ്പോക്കല്ലിയിൽ പഠിപ്പിച്ചിരുന്നത്. ഇനി മായന്മാരെ കുറിച്ച് നോക്കാം. മായന്മാർ, ദ മായൻ കൾച്ചർ ഡെവലപ്ഡ് ഇൻ മെക്സിക്കോയിലാണ് മായൻ സംസ്കാരം ഉയർന്നു വന്നത്. ബിറ്റ്വീൻ
11th and 12th centuries, 11th and 14th century, 11th and 14th century, 11ാം നൂറ്റാണ്ടിനും 14ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ മായൻ സംസ്കാരം ഉയർന്നു വന്നത്. ബട്ട് ലെസ് പൊളിറ്റിക്കൽ പവർ ദാൻ ദ ആസ്റ്റക്സ്. ആസ്റ്റക്കുകളെക്കാൾ ശക്തി കുറഞ്ഞവരായിരുന്നു ഈ മായന്മാർ എന്ന് നമ്മൾ ഓർക്കുക. അത്രയൊന്നും രാഷ്ട്രീയ അധികാരം ഇല്ല. ആസ്റ്റക്കുകളുടെ അത്ര രാഷ്ട്രീയ അധികാരം ഉള്ളവരായിരുന്നില്ല മായന്മാർ. കോൺ കൾട്ടിവേഷൻ, ചോളം കൃഷി, ബേസിസ് ഓഫ് ദെയർ കൾച്ചർ. അവരുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ചോളം കൃഷിയായിരുന്നു. സർപ്ലസ് പ്രൊഡക്ഷൻ വിച്ച് ഹെൽപ്ഡ് ദ റൂളിംഗ് ക്ലാസസ്. മിച്ച ഉൽപാദനം ഭരണാധികാരികളെ സഹായിച്ചു. പ്രീസ്റ്റ് ആൻഡ് ചീഫ്സ്, ഈ പ്രീസ്റ്റും പുരോഹിതന്മാരും മുഖ്യന്മാരൊക്കെ ചേർന്ന് ഡെവലപ്മെന്റ് ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ്, ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും ഒക്കെ വളരുന്നതിനാവശ്യമായിട്ടുള്ള പണം അവർ പ്രീസ്റ്റും ചീഫൊക്കെ മുടക്കിയിട്ടുണ്ട്. ദ മായാസ് ഡെവലപ്ഡ് പിക്ടോഗ്രാഫിക് റൈറ്റിംഗ് സിസ്റ്റം. അവർക്കൊരു ചിത്രലിപി ഉണ്ടായിരുന്നു. മായന്മാർക്കൊരു ചിത്രലിപി ഉണ്ടായിരുന്നു. ദ ഇങ്കകൾ ഇൻ പെറു, 12th century, 12ാം നൂറ്റാണ്ടിൽ പെറുവിലായിരുന്നു ഇങ്കകൾ അവരുടെ സാമ്രാജ്യം സ്ഥാപിച്ചത്. ദെയർ ക്യാപിറ്റൽ കുസ്കോ, അവരുടെ തലസ്ഥാനം കുസ്കോ ആയിരുന്നു. കോർട്ട് ലാംഗ്വേജ് കൊച്ചുവ എന്ന് പറയുന്നതായിരുന്നു അവരുടെ സഭയിലെ രാജസദസ്സിലെ ഭാഷ. ടെറസ്ഡ് ഹിൽ സൈഡ് കൾട്ടിവേഷൻ, കുന്നിൻ ചെരുവിൽ തട്ടുകളായി അവർ കൃഷി ചെയ്തിരുന്നു. കോൺ കൾട്ടിവേഷൻ, ഇവർക്കും ചോളം തന്നെയായിരുന്നു പ്രധാന കൃഷി. സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം, ക്വിപ്പു ഓർ കോഡ്സ് യൂസ്ഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. അവർ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു രീതി ഉപയോഗിച്ചിരുന്നു. അതിന് ക്വിപ്പു എന്നാണ് പറയുന്നത്. ചരടിൽ കെട്ടുകൾ ഇട്ടിട്ടാണ് ആ കണക്ക് കൂട്ടിയിരുന്നത്. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ആസ്റ്റക്സ് ആൻഡ് ഇങ്ക സിവിലൈസേഷൻ. ഈ ആസ്റ്റക് സംസ്കാരവും ഇങ്ക സംസ്കാരവും തമ്മിൽ ചില സാമ്യതകൾ ഉണ്ട്. എന്തൊക്കെയാണ് ആ സാമ്യതകൾ എന്ന് നമുക്ക് നോക്കാം. ഡിഫറെന്റ് ഫ്രം യൂറോപ്യൻ കൾച്ചർ, യൂറോപ്യൻ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായിരുന്നു ഈ രണ്ട് സംസ്കാരവും. സൊസൈറ്റി ഹെറാർക്കിക്കൽ, ശ്രേണി ബന്ധത്തിലുള്ള സമൂഹമായിരുന്നു. നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. ഷാമൻസ് ആൻഡ് പ്രീസ്റ്റ്, ഇമ്പോർട്ടൻറ്റ്. പ്രേത പൂജാരിമാർക്കും പുരോഹിതന്മാർക്കും വലിയ സ്ഥാനം സമൂഹത്തിൽ ലഭിച്ചിരുന്നു. ബിൽഡ് ടെമ്പിൾസ്, അവർ ക്ഷേത്രങ്ങൾ പണിതിരുന്നു. നോ വാല്യൂ ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ, സ്വർണത്തിനും വെള്ളിക്കും വലിയ മൂല്യമൊന്നും അവർ കൽപ്പിച്ചിരുന്നില്ല. അവസാനത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യോത്തരമാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. എക്സാമിൻ ദ മേജർ ഡിസ്കവറീസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് കോയിൽ ആൻഡ് അയൺ ഇൻഡസ്ട്രി, കോട്ടൺ ടെക്സ്റ്റൈൽസ്, സ്റ്റീം പവർ. അനലൈസ് ഹൗ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഏരിയാസ്, മേഖലകൾ. കോയിൽ ആൻഡ് അയൺ, കൽക്കരിയും ഇരുമ്പും. കോട്ടൺ, സ്പിന്നിങ് ആൻഡ് വീവിംഗ്, പരുത്തി, നൂൽപ്പ്, നെയ്ത്ത്. സ്റ്റീം പവർ, ആവി ശക്തി. കനാൽസ് ആൻഡ് റെയിൽവേസ്, കനാലുകളും റെയിൽവേ. ഇതൊക്കെയാണ് വിവരിക്കേണ്ടത്. അതായത് ഇവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്, വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വ്യാവസായിക വിപ്ലവത്തിലെ കൽക്കരി, അതുപോലെ തന്നെ കോട്ടൺ ഇൻഡസ്ട്രി, നൂൽപ്പ്, അതുപോലെ തന്നെ സ്റ്റീം പവർ, ആവിയന്ത്രം. ഇതൊക്കെ ഈ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഒരു വ്യവസായ വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമ്മളോട് പറഞ്ഞ അനലൈസ് ഹൗ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഒരു വ്യവസായ വിപ്ലവത്തിലേക്ക് എങ്ങനെയാണ് നയിക്കാൻ ഇതൊക്കെ കാരണമായത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. നമുക്ക് അതിൽ ആദ്യം കോൾ ആൻഡ് അയൺ, കൽക്കരിയും ഇരുമ്പും നമുക്ക് പരിശോധിക്കാം. ഇംഗ്ലണ്ട് ഹാഡ് എ റിച്ച് ഡിപ്പോസിറ്റ് ഓഫ് കോൾ ആൻഡ് അയൺ ഓർ, ഇരുമ്പ് കൽക്കരി നിക്ഷേപം ധാരാളമായിട്ടും ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. എസെൻഷ്യൽ മെറ്റീരിയൽ ഫോർ മെക്കാനിസം, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഇത് ആവശ്യമാണ്. എബ്രഹാം ഡർബി ഇൻവെന്റഡ് ബ്ലാസ്റ്റ് ഫർണസ്, ഒരു ജ്വലന യന്ത്രം എബ്രഹാം ഡർബി കണ്ടെത്തി. അദ്ദേഹം കണ്ടുപിടിച്ചാണ്, ഒരു ജ്വലന യന്ത്രം കണ്ടുപിടിച്ചു എബ്രഹാം ഡർബി സെക്കൻഡ്. ഈ എബ്രഹാം ഡർബിയുടെ രണ്ടാമൻ. ഡെവലപ്ഡ് റോട്ട് അയൺ ഫ്രം പിഗ് അയൺ, പച്ച ഇരുമ്പിൽ നിന്ന് വാർപ്പിരുമ്പ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം വിജയിച്ചു. അതായത് വാർപ്പിരുമ്പിന് കൂടുതൽ ശക്തി ഉണ്ടായിരിക്കും. ഹെൻറി കോട്ട് പുഡ്ലിംഗ് ഫർണസ് ആൻഡ് റോളിംഗ് മിൽസ്. പുഡ്ലിംഗ് ഫർണസ്
എന്ന് പറയുന്നത് ഇരുമ്പിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് പുഡ്ലിംഗ് ഫർണസ്. റോളിംഗ് മില്ല് എന്ന് പറയുന്നത് ഇരുമ്പ് പാളി നിർമ്മിക്കാനുള്ളതാണ്. ഇത് രണ്ടും കണ്ടുപിടിച്ചത് ഹെൻറി കോട്ടാണ്. ജോൺ വിൽക്കിൻസൺ മേഡ് ഫസ്റ്റ് അയൺ ചെയർ. അതുപോലെ തന്നെ അയൺ വാട്സ് ആൻഡ് അയൺ പൈപ്സ്, ഇരുമ്പ് കസേര, തൊട്ടി, പൈപ്പ്, ഇതൊക്കെ ആദ്യമായിട്ട് ലോകത്ത് ഉണ്ടാക്കിയത്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയത് ജോൺ വിൽക്കിൻസൺ ആണ്. ഡെർബി തേർഡ് ബിൽഡ് ഫസ്റ്റ് അയൺ ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്. ലോകത്ത് ആദ്യമായി ഇരുമ്പ് പാലം നിർമ്മിച്ചത് ഡെർബി തേർഡ്. ഡെർബി മൂന്നാമനാണ്. കോട്ടൺ സ്പിന്നിങ് ആൻഡ് വീവിങ്, പരുത്തി നൂൽനൂൽപ്പും നെയ്ത്തും. ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ്, പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഈ നൂൽനൂൽപ്പും നെയ്ത്തിലൊക്കെ വന്നു. നെയ്ത്ത് വീട്ടിൽ നിന്ന് ഫാക്ടറിയിൽ എത്തി. സ്പിന്നിങ് ആൻഡ് വീവിങ് ഹോം ടു ഫാക്ടറീസ്. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ വന്നതോടുകൂടി നെയ്ത്ത് വീട്ടിൽ നിന്ന് ഫാക്ടറിയിലേക്ക് മാറ്റപ്പെട്ടു. റോ കോട്ടൺ ഇമ്പോർട്ടഡ് ആൻഡ് ഫിനിഷഡ് കോട്ടൺ എക്സ്പോർട്ടഡ്. അസംസ്കൃത പരുത്തി ഇറക്കുമതി ചെയ്തു, അതുപോലെ തന്നെ നെയ്ത പരുത്തി കയറ്റുമതി ചെയ്തു. കൊളനൈസേഷൻ, ബ്രിട്ടൻ കൺട്രോൾഡ് മാർക്കറ്റ് ആൻഡ് റോ കോട്ടൺ. ഈ കോളനിവൽക്കരണത്തോടു കൂടി ബ്രിട്ടൻ മാർക്കറ്റും അസംസ്കൃത പരുത്തിയൊക്കെ ലോകത്ത് നിയന്ത്രിക്കാൻ വേണ്ടി തുടങ്ങി. ഇൻവെൻഷൻസ്, ഈ മേഖലയിലുള്ള കണ്ടുപിടുത്തങ്ങൾ. ഈ മേഖലയിൽ എന്തൊക്കെയാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ ലൂം കണ്ടുപിടിച്ചത് ജോൺ കെ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹെർഗ്രീവ്സ്. വാട്ടർ ഫ്രെയിം റിച്ചാർഡ് ആർക്രൈറ്റ്. മ്യൂൾ സാമുവൽ ക്രോംപ്ടൺ. പവർലൂം എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ഇത് നന്നായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, കാണാതെ പഠിക്കേണ്ടതാണ്, ഒബ്ജക്റ്റീവായിട്ടും ചോദിക്കും. ഫ്ലൈയിങ് ഷട്ടിൽ ലൂം ജോൺ കെ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹെർഗ്രീവ്സ്. വാട്ടർ ഫ്രെയിം റിച്ചാർഡ് ആർക്രൈറ്റ്. മ്യൂൾ സാമുവൽ ക്രോംപ്ടൺ. പവർലൂം എഡ്മണ്ട് കാർട്ട്റൈറ്റ്. സ്റ്റീം പവർ. സ്റ്റീം പവർ എന്ന് പറഞ്ഞാൽ ആവിയന്ത്രം. ഹെൽപ്ഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. വൻകിട വ്യവസായത്തിൽ ആവി യന്ത്രം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഒൺലി സോഴ്സ് ഓഫ് എനർജി, അന്ന് ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ഒരു എനർജിയാണ് ഈ പവർ, സ്റ്റീം പവർ അല്ലെങ്കിൽ ആവി യന്ത്രം. റിലയബിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ്, ഊർജത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടമാണിത്, വില കുറവാണ്. ഫസ്റ്റ് യൂസ്ഡ് ഇൻ മൈനിങ് ഇൻഡസ്ട്രീസ്. ഇത് ആദ്യമായിട്ട് ഈ ആവി യന്ത്രം കൊണ്ടുള്ള എഞ്ചിനുകളൊക്കെ ഉപയോഗിച്ചത് ഖനന വ്യവസായത്തിലാണ്. തോമസ് സാവറി, ഹി ഇൻവെന്റഡ് എഞ്ചിൻ മൈനേഴ്സ് ഫ്രണ്ട്. തോമസ് സാവറി കണ്ടുപിടിച്ച ഒരു എഞ്ചിനാണ് മൈനേഴ്സ് ഫ്രണ്ട്. തോമസ് ന്യൂ കോമൺ ആൻഡ് ജെയിംസ് വാട്ട് ദേ ഇൻവെന്റഡ് സ്റ്റീം എഞ്ചിൻസ്. അവരും ഈ സ്റ്റീം ആവിയന്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കനാൽസ് ആൻഡ് റെയിൽവേസ്. കനാൽസ് ട്രാൻസ്പോർട്ട് കോയിൽ ടു സിറ്റീസ്. ഈ കനാൽ ഉണ്ടാക്കിയത് തന്നെ കൽക്കരി നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലണ്ടിൽ ഈ കനാലുകൾ നിർമ്മിച്ചത് തന്നെ കൽക്കരി നഗരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഫസ്റ്റ് ഇംഗ്ലീഷ് കനാൽ ബിൽഡ് ജെയിംസ് ബ്രണ്ട്ലി. ആദ്യത്തെ ഇംഗ്ലീഷ് കനാൽ നിർമ്മിച്ചത് ജെയിംസ് ബ്രണ്ട്ലി ആണ്. ബിൽഡ് ബിഗ് ലാൻഡ് ഓണേഴ്സ്. ഇതൊക്കെ നിർമ്മിച്ചത് വലിയ ഭൂ ഉടമകളാണ് ഈ കനാലുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അവരുടെ ഭൂമിയിൽ നിന്ന് ഈ കൽക്കരിയും മറ്റ് സാധനങ്ങളൊക്കെ നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. കോൺഫ്ലുവൻസ് ഓഫ് കനാൽസ്, മാർക്കറ്റിംഗ് സെന്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ബിർമിംഗ്ഹാം. കനാലുകൾ ചേരുന്ന സ്ഥലം. ഇങ്ങനെ കനാലുകൾ നിർമ്മിച്ച് കനാലുകൾ ചേരുന്ന സ്ഥലം വലിയ മാർക്കറ്റുകളായി പിൽക്കാലത്ത് മാറി. അതിൻ്റെ ഉദാഹരണമാണ് ബിർമിംഗ്ഹാം. സ്റ്റീഫൻസൺ, ഹു ഇൻവെന്റഡ് ഫസ്റ്റ് സ്റ്റീം ലോക്കോമോട്ടീവ്. അദ്ദേഹം ആദ്യത്തെ സ്റ്റീം ലോക്കോമോട്ടീവ്, ആവി യന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന ട്രെയിൻ അദ്ദേഹം ഉണ്ടാക്കി. ട്രെയിനിൻ്റെ എഞ്ചിൻ അദ്ദേഹം ഉണ്ടാക്കി. അതിന് റോക്കറ്റ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്, റോക്കറ്റ്. സ്റ്റീഫൻസൺ ഇൻവെന്റഡ് ഫസ്റ്റ് സ്റ്റീം ലോക്കോമോട്ടീവ്. ഇറ്റ് ഈസ് നോൺ ആസ് റോക്കറ്റ്. റെയിൽവേ, ചീപ്പ് ആൻഡ് ഫാസ്റ്റ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ്. റെയിൽവേ എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. ചെറിയ പണം ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും. യാത്രക്കാരെ മാത്രമല്ല ചരക്ക് കൊണ്ടുപോകാനും സാധിക്കും. റിച്ചാർഡ് ത്രവിത്തിക്, ഹി ഇൻവെന്റഡ് ആൻ ഇഞ്ചൻ പഫിംഗ് ഡെവിൾ. അപ്പോൾ റിച്ചാർഡ് ത്രവിത്തിക്ക് അദ്ദേഹം ഒരു എഞ്ചിൻ കണ്ടുപിടിച്ചു. പഫിംഗ് ഡെവിൾ എന്നാണ് അതിന് പേര് കൊടുത്തത്. പുൾഡ് ട്രക്സ് എറൗണ്ട് ദ മൈൻ. മൈനിൻ്റെ ചുറ്റും ട്രക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിൻ്റെ പേരാണ് പഫിംഗ് ഡെവിൾ. ജോർജ് സ്റ്റീഫൻസൺ, ഹി ഇൻവെന്റഡ് ലോക്കോമോട്ടീവ്.
അദ്ദേഹം ഒരു എഞ്ചിൻ കണ്ടുപിടിച്ചു, ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ കണ്ടുപിടിച്ചു. അതിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. ദ ബ്ലച്ചർ, അതിന് പേര് കൊടുത്തിട്ടുള്ള ബ്ലച്ചർ എന്നാണ്. ബ്ലച്ചർ എന്ന് പറയുന്ന തീവണ്ടി എഞ്ചിൻ കണ്ടുപിടിച്ച് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. ദ ഫസ്റ്റ് റെയിൽവേ ലൈൻ സ്റ്റോക്ടൺ ടു ഡാർലിംഗ്ടൺ. ഇപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കി. അത് സ്റ്റോക്ടൺ മുതൽ ഡാർലിംഗ്ടൺ വരെയാണ്. സ്റ്റോക്ടൺ മുതൽ ഡാർലിംഗ്ടൺ വരെയാണ് 1827. ആറാമത്തെ ചോദ്യം പരിശോധിക്കാം. അനലൈസ് ദ പ്രോഗ്രസ് ഓഫ് early ഹ്യൂമൻസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വേസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്, ഷെൽട്ടർ, ടൂൾ മേക്കിംഗ്, ലാംഗ്വേജ് ആൻഡ് ആർട്ട്. ആദിമ മനുഷ്യൻ്റെ പുരോഗതിയെക്കുറിച്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണം നേടുന്ന രീതികൾ, വാസസ്ഥലം, ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്, ഭാഷ, അതുപോലെ തന്നെ കല, ഇവയെക്കുറിച്ചൊക്കെയാണ് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം early ഹ്യൂമൻസ് വേസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. ആദിമ മനുഷ്യൻ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ. ഗാദറിങ്, സ്കാവഞ്ചിങ്, ഹണ്ടിങ്, ഫിഷിംഗ്. ഭക്ഷണം ശേഖരിക്കുക, ചത്തമൃഗങ്ങളെ ഭക്ഷിക്കുക, അതുപോലെ തന്നെ വേട്ടയാടൽ, മത്സ്യബന്ധനം. ഈ രീതിയിലായിരുന്നു ആദിമ മനുഷ്യൻ ഭക്ഷണം ശേഖരിച്ചിരുന്നത്. ഗാദറിങ്, പ്ലാന്റ് ഫുഡ്, സീഡ്സ്, നട്ട്സ്, ബെറീസ്. സസ്യ ഉൽപ്പന്നങ്ങൾ, വിത്തുകൾ, അണ്ടിപ്പരിപ്പുകൾ, കായ്കനികൾ എന്നിവയെല്ലാം ശേഖരിച്ചു. സ്കാവഞ്ചിങ്, മീറ്റ് ഓഫ് ഡെഡ് ആനിമൽസ്, സ്മോൾ മാമൽസ്, റോഡൻസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ് ആൻഡ് ഇൻസെക്ട്സ്. ചത്ത മൃഗങ്ങളെ ഭക്ഷിക്കൽ, ചെറിയ സസ്തനികൾ, എലി, അണ്ണാൻ, ഇഴജന്തുക്കൾ, കീടങ്ങൾ എന്നിവയെല്ലാം ഭക്ഷിച്ചു. ഹണ്ടിങ്, പ്ലാൻ ഹണ്ടിങ്, റിവർ സൈഡ്, മൈഗ്രേറ്റഡ് ആനിമൽസ്. നായാടൽ, ആസൂത്രിതമായി നായാടൽ സംഘടിപ്പിച്ചിരുന്നു. നദീതീരങ്ങളാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. ഫിഷിംഗ്, എവിഡൻസ് ഓഫ് ഫിഷ് ബോൺസ്. മത്സ്യബന്ധനം, മത്സ്യത്തിൻ്റെ എല്ലുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് മത്സ്യബന്ധനം നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഷെൽട്ടർ, വാസസ്ഥലം. ഫൈൻഡ് ഔട്ട് ദ റെസിഡൻസ് ഓഫ് ഹോമിനിഡ്സ് ബൈ പ്ലോട്ടിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആർട്ടിഫാക്ട്സ്. ഹോമിനിഡുകളുടെ വാസസ്ഥലം കണ്ടെത്തുന്നത് മനുഷ്യനിർമ്മിത വസ്തുക്കൾ കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത വസ്തുക്കൾ കണ്ടെത്തുന്ന സ്ഥലമാണ് ഹോമിനിഡുകളുടെ സ്ഥലം കണ്ടെത്താൻ സഹായിക്കുന്നത്. ഫ്ലേക്ക് ടൂൾസ് ആൻഡ് ഹാൻഡ് ആക്സസ്. കിളംബെ ഒലോർഗി ശൈലി ഇൻ കെനിയ. കെനിയയിലെ ഒലോർഗി ശൈലിയിൽ നിന്നും കിളംബോയിൽ നിന്നൊക്കെ കൽച്ചീളുകൾ, കൽമഴു എന്നിവയുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കൾ കണ്ടെത്തുന്ന സ്ഥലത്തായിരിക്കാം ആദിമ മനുഷ്യരായ ഹോമിനിഡുകൾ താമസിച്ചത് എന്ന് നമ്മൾ കരുതുന്നു. ബിറ്റ്വീൻ 4 lakhs and 1 lakh and 25,000 years ago, കേവ്സ് ആൻഡ് ഓപ്പൺ എയർ സൈറ്റ്സ്. 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും മനുഷ്യർ താമസിക്കാൻ തുടങ്ങി. ലാസററ്റ് കേവ്സ്, സദേൺ ഫ്രാൻസ്. ദക്ഷിണ ഫ്രാൻസിലെ മനുഷ്യർ താമസിച്ചിരുന്ന ഗുഹയാണ് ലാസററ്റ് കേവ്സ്. അതുപോലെ തന്നെ ടെറ അമാട്ട, സദേൺ ഫ്രാൻസ്. ദക്ഷിണ ഫ്രാൻസിലെ ടെറ അമാട്ടയും അത്തരത്തിലുള്ള ഒരു ഗുഹയാണ്. മേക്കിംഗ് ടൂൾസ്, ആദിമ മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു. ഗ്രേറ്റർ മെമ്മറി ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ് റിക്വയർ. നല്ല ഓർമ്മശക്തിയും വൈദഗ്ധ്യവും വേണമായിരുന്നു ഉപകരണങ്ങൾ നിർമ്മിക്കാൻ. എർലിയസ്റ്റ് സ്റ്റോൺ ടൂൾസ്, കെനിയ ആൻഡ് എത്യോപ്യ. എത്യോപ്യയിലും കെനിയയിൽ നിന്ന് പുരാതന ശില ആയുധങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആസ്ട്രലോപിത്തക്കസ്, എർലിയസ്റ്റ് സ്റ്റോൺ ടൂൾ മേക്കർ. ആദ്യകാല ശില ഉപകരണ നിർമ്മാതാക്കളായിട്ടാണ് ആസ്ട്രലോപിത്തക്കസിനെ കരുതുന്നത്. 35,000 years ago, changes, spear throwers and bows and arrows. 35,000 വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യർ കുന്തവും അമ്പും വില്ലും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇൻവെൻഷൻ ഓഫ് sewing needles, earliest sewn cloths, 21,000 years ago. സൂചികൾ വസ്ത്രം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. 21,000 വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരത്തിൽ വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നു എന്ന് കരുതുന്നു. പഞ്ച് ബ്ലേഡ് ടെക്നിക്, മേക്കിംഗ് സ്മോൾ ചിസൽ ലൈക്ക് ടൂൾസ്. പഞ്ച് ബ്ലേഡ് സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചതോടുകൂടി ചെറിയ ഉളികൾ നിർമ്മിക്കാൻ മനുഷ്യന് സാധിച്ചു. ലാംഗ്വേജ് ആൻഡ് ആർട്ട്, ഭാഷയും കലയും. ഹ്യൂമൻസ് എലോൺ ഹാവ് എ ലാംഗ്വേജ്. മനുഷ്യന് മാത്രമാണ് ഭാഷ ഉള്ളത്. സെവറൽ വ്യൂസ്
ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഹൊമിനിഡ്, ലാംഗ്വേജ് ജെസ്റ്റേഴ്സ് ആൻഡ് ഹാൻഡ് മൂവ്മെൻറ്റ്. ഹൊമിനിഡുകളുടെ ഭാഷ ആംഗ്യ ഭാഷയായിരുന്നു. ജെസ്റ്റേഴ്സ് ആൻഡ് ഹാൻഡ് മൂവ്മെൻറ്റ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സിംഗിങ് ആൻഡ് ഹമ്മിങ്, പാട്ട് പാടുക, ശബ്ദം ഉണ്ടാക്കുക എന്നിവയായിരുന്നു ആദ്യകാലത്തെ മനുഷ്യൻ്റെ സംഭാഷണത്തിൽ, അല്ലെങ്കിൽ ആദ്യകാലത്ത് മനുഷ്യൻ നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പാട്ട് പാടുക, അതുപോലെ ശബ്ദം ഉണ്ടാക്കുക. ബ്രെയിൻ ഓഫ് ഹോമോ ഹബിലസ്, സെർട്ടൻ ഫീച്ചേഴ്സ്. ഹോമോ ഹബിലസിൻ്റെ തലച്ചോറിൽ ചില പ്രത്യേകത ഉണ്ടായിരുന്നു. ലാംഗ്വേജ് ഡെവലപ്ഡ് 2 MYA, 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭാഷയുടെ ഉത്ഭവം ഉണ്ടായി എന്ന് കരുതുന്നു. വോക്കൽ ട്രാക്റ്റ്, വാചിക മേഖല, ഡെവലപ്ഡ് അറൗണ്ട് 2 lakh years ago, 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ വാചിക മേഖല മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടായി എന്ന് കരുതുന്നു. ലാംഗ്വേജ് ആൻഡ് ആർട്ട് ഡെവലപ്ഡ് അറൗണ്ട് ദ സെയിം ടൈം. ആർട്ട് അറൗണ്ട് 40,000 to 35,000 years ago. ഭാഷയും കലയും വികസിച്ച ഒരേ കാലത്താണെന്ന് കരുതുന്നു. 40,000 35,000 വർഷങ്ങൾക്ക് മുമ്പേ കലയും ഭാഷയും വികസിച്ചു എന്ന് കരുതുന്നു. ലാസ്കോ ആൻഡ് ഷുവേറ്റ്, ഫ്രാൻസ്, പെയിൻറ്റിങ്സ്. ലാസ്കോ അതുപോലെ തന്നെ ഷുവേറ്റ് എന്ന് പറയുന്ന 2 ഗുഹകൾ ഫ്രാൻസിലാണ്. ചിത്രങ്ങൾ, ആദിമ മനുഷ്യർ വരച്ച ചിത്രങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അൾട്ടിമിറ ഇൻ സ്പെയിൻ, സ്പെയിനിലെ അൾട്ടിമിറ ഗുഹയിലും ഇത്തരത്തിൽ ആദിമ മനുഷ്യർ വരച്ച ചിത്രങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. പെയിൻറ്റിങ്സ്, റിച്വൽസ്, ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാകാം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചത് എന്ന് കരുതുന്നു. സക്സസ്ഫുൾ ഹണ്ട്, വിജയകരമായ വേട്ടയാടലിന് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രരചനയാണ്, ആചാരത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നും കരുതുന്നുണ്ട്. മീറ്റിംഗ് പ്ലേസ് ഓഫ് സ്മോൾ ഗ്രൂപ്പ്സ്, ചെറു സംഘങ്ങളുടെ കൂടിച്ചേരൽ നടന്നത് ഈ ഗുഹയിലായിരിക്കാം എന്നും കരുതുന്നുണ്ട്. അടുത്ത 7ാമത്തെ ചോദ്യം പരിശോധിക്കാം. അനലൈസ് ദ റോൾ ഓഫ് ചെങ്കിസ് ഖാൻ ഇൻ ബിൽഡിംഗ് അപ്പ് ഇൻ മംഗോളിയൻ എംപയർ. മംഗോൾ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ചെങ്കിസ് ഖാനുള്ള സ്ഥാനം വിശകലനം ചെയ്യുക. ഏരിയാസ് ടു ബി കൺസിഡേർഡ്, പരിഗണിക്കേണ്ട മേഖലകൾ. ഇയർലി ലൈഫ് ഓഫ് ചെങ്കിസ് ഖാൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് എഴുതണം. മിലിറ്ററി സ്ട്രാറ്റജി, സൈനിക സംവിധാനത്തെക്കുറിച്ച് എഴുതണം. കോഡ് ഓഫ് ലോ, നിയമ സംവിധാനത്തെക്കുറിച്ച് എഴുതണം. കൊറിയർ സിസ്റ്റം, കൊറിയർ സംവിധാനത്തെക്കുറിച്ച് എഴുതണം. വാല്യൂ പോയിന്റ്സ്. ചെങ്കിസ് ഖാൻസ് എയർലി കരിയർ, ചെങ്കിസ് ഖാൻ്റെ ആദ്യകാല ജീവിതം. ചെങ്കിസ് ഖാൻ ബോൺ ഇൻ 1162 നിയർ ഓനൻ റിവർ. ചെങ്കിസ് ഖാൻ ജനിച്ചത് 1162 ഓനൻ നദിയുടെ തീരത്തായിരുന്നു. ഒറിജിനൽ നെയിം തെമൂജിൻ, ശരിയായിട്ടുള്ള പേര് തെമൂജിൻ എന്നായിരുന്നു. യെസുഗെ ഫാദർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പിതാവിൻ്റെ പേര് യെസുഗെ ആയിരുന്നു. അസാസിനേറ്റഡ് ബൈ ടാറ്റാർ ട്രൈബ്, ടാറ്റാർ ഗോത്രത്തിൽപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ പിതാവിനെ വധിച്ചു. ബോർട്ടെ വൈഫ്, കിഡ്നാപ്പ്ഡ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ആണ് ബോർട്ടെ, ഭാര്യയുടെ പേര് ബോർട്ടെ എന്നാണ്. അവരെ മറ്റ് ഗോത്രക്കാർ തട്ടിക്കൊണ്ടുപോയി. ഡിഫീറ്റഡ് ടാറ്റാർസ്, നെയ്മൻസ്, കരേറ്റേഴ്സ്. പിൽക്കാലത്ത് ചെങ്കിസ് ഖാൻ ടാറ്റാർ, നെയ്മൻസ്, കരേറ്റേഴ്സ് എന്നീ ഗോത്രങ്ങളെ പരാജയപ്പെടുത്തി. കുറുൽതായ്സ് മീൻസ് അസംബ്ലി ഓഫ് മംഗോൾ ചീഫ്സ്, മംഗോൾ ഗോത്ര തലവന്മാരുടെ അസംബ്ലി ആയിരുന്നു കുറുൽതായ്. ഗ്രേറ്റ് ഖാൻ, ഗ്രേറ്റ് ലീഡർ, റൂളർ. കുറുൽതായ് ഒരു പ്രത്യേകം പേര് ചെങ്കിസ് ഖാന് നൽകി, അല്ലെങ്കിൽ തെമൂജിന് നൽകി, അതാണ് ചെങ്കിസ് ഖാൻ. ഗ്രേറ്റ് ഖാൻ, മഹാനായ ഖാനായിട്ട് ഈ അസംബ്ലി കുറുൽതായ് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ മംഗോളിയൻ തലവന്മാരെ ചെങ്കിസ് ഖാനെ ഗ്രേറ്റ് ഖാനായിട്ട് പ്രഖ്യാപിക്കുന്നു. സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻ, സാമൂഹിക, രാഷ്ട്രീയ, സൈനിക സംവിധാനം. മിലിറ്ററി ഓർഗനൈസേഷൻ, സൈനിക സംവിധാനം. ആർമി കമ്പോസ്ഡ് ഡിഫറെൻറ്റ് പീപ്പിൾ, സൈന്യത്തിൽ വിവിധ വിഭാഗത്തിലെ ജനങ്ങൾ ഉണ്ടായിരുന്നു. ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ഡെസിമൽ യൂണിറ്റ് സിസ്റ്റം, ദശാംശ സമ്പ്രദായ രീതിയിലാണ് ഈ സൈന്യത്തെ രൂപീകരിച്ചിട്ടുള്ളത്. 10, 100, 1000, 10,000 സോൾജേഴ്സ്. സ്പെഷ്യലി ചൂസൺ ക്യാപ്റ്റൻസ് വെയർ കോൾഡ്, തെരഞ്ഞെടുത്ത ക്യാപ്റ്റന്മാരെ നോയൻ എന്ന് വിളിച്ചിരുന്നു. ലോയൽ ഫോളോവേഴ്സ് വെയർ കോൾഡ് അണ്ട, കുല സഹോദരന്മാരായിട്ടാണ് ഏറ്റവും അടുത്ത അനുയായികളെ വിശേഷിപ്പിച്ചിരുന്നത്. താമ മീൻസ് മിലിറ്ററി കണ്ടിജന്റ്, സൈനിക വിഭാഗത്തെയാണ് താമ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, രാഷ്ട്രീയ സംവിധാനം. ടെറിട്ടറി ഡിവൈഡഡ് ഇൻറ്റു 4 ഉലസ്, 4 ഉലസുകളായിട്ട് മൊത്തം രാജ്യത്തെ സാമ്രാജ്യത്തെ വിഭജിച്ചിരുന്നു. ഉലസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഉലസുകൾ 4 പുത്രന്മാരുടെ കീഴിലായിരുന്നു. ജോച്ചി എന്ന് പറയുന്ന പുത്രൻ്റെ കീഴിലായിരുന്നു റഷ്യൻ സ്റ്റെപ്പീസ്, റഷ്യൻ പുൽമേടുകൾ.
ചക്കാട്ടയുടെ കീഴിലായിരുന്നു ട്രാൻസ് ഓഷ്യാനിയ സ്റ്റെപ്പീസ്, ട്രാൻസ് ഓഷ്യാനിയ പുൽമേട്. ഒഘാഡയുടെ കീഴിലായിരുന്നു ചെങ്കിസ് ഖാൻ സക്സസർ, അദ്ദേഹം ചെങ്കിസ് ഖാൻ്റെ പിൻഗാമിയായിരുന്നു ഒഘാഡെ. തൊലോയി ആൻസിസ്റ്റർ ലാൻഡ്, പരമ്പരാഗത ഭൂമി ഭരിച്ചിരുന്ന തൊലോയി ആണ്. ഖുറുൽത്തായ്, ഖുറുൽത്തായ് എന്ന് പറഞ്ഞ അസംബ്ലി ഓഫ് ചീഫ്റ്റൻസ്. കൊറിയർ സിസ്റ്റം അറിയപ്പെടുന്നത് യാം എന്നാണ്. കൊറിയർ സിസ്റ്റം യാം, കൊറിയർ സമ്പ്രദായം യാം എന്നാണ് അറിയപ്പെടുന്നത്. ചെങ്കിസ് ഖാൻ ഫോംഡ് കൊറിയർ സിസ്റ്റം, ചെങ്കിസ് ഖാൻ ഒരു കൊറിയർ സംവിധാനം ഉണ്ടാക്കി. കുപ്കർ ടാക്സ് കോൺട്രിബ്യൂട്ടഡ് 1/10 ഓഫ് ദ ഹോഴ്സസ് ആൻഡ് ലിവ് സ്റ്റോക്സ്. കുപ്കർ നികുതി എന്ന് പറഞ്ഞാൽ യാം നിലനിർത്താൻ വേണ്ടി മംഗോളിയൻ ജനതയിൽ നിന്ന് പിരിച്ചെടുത്ത നികുതിയാണ് കുപ്കർ നികുതി എന്ന് പറയുന്നത്. അവരുടെ കുതിരയും മറ്റ് വളർത്തുമൃഗങ്ങളുടെ 10% നികുതിയായി നൽകണമായിരുന്നു. ട്രേഡ് വ്യാപാരം. എൻകറേജ്ഡ് ഫോറിൻ മെർച്ചൻസ്, വിദേശ വ്യാപാരികളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. റോഡ് മെഡിറ്ററേനിയൻ ടു ചൈന, അതായത് ചൈനയിൽ നിന്ന് മെഡിറ്ററേനിയൻ വരെ വലിയ ഒരു പാതയുണ്ടായിരുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് സിൽക്ക് റൂട്ട്, അതിന് സിൽക്ക് റൂട്ട് എന്നാണ് പറയുന്നത്. ട്രാവലേഴ്സ് പാസ്, സഞ്ചാരികൾക്ക് ഒരു പാസ് നൽകിയിരുന്നു. പെയ്സ ഇൻ പേർഷ്യ, ഖറേജ് ഇൻ മംഗോളിയ. പേർഷ്യൻ ഭാഷയിൽ പെയ്സ എന്നും ഖറേജ് എന്നും മംഗോളിയൻ ഭാഷയിൽ അറിയപ്പെട്ടിരുന്നു. ബാജ് ടാക്സ്, ബാജ് ടാക്സ് എന്ന് പറയുന്നത് കച്ചവടക്കാരുടെ മുകളിൽ ചുമത്തിയിരുന്ന ഒരു നികുതിയാണ് ബാജ് ടാക്സ്. ട്രേഡേഴ്സ് പെയ്ഡ് ടാക്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ചെങ്കിസ് ഖാൻസ് റൂൾ, ചെങ്കിസ് ഖാൻ്റെ ഭരണ സവിശേഷതകൾ. യാസ മീൻസ് ലീഗൽ കോഡ്, യാസ എന്ന് പറയുന്ന ഒരു നിയമ സംഹിതയാണ്. ഫോർ ദ മംഗോൾസ് ചെങ്കിസ് ഖാൻ ഈസ് ദ ഗ്രേറ്റ് ലീഡർ, ചെങ്കിസ് ഖാൻ മഹാനായ നേതാവാണ്, മംഗോളിയക്കാരുടെ മഹാനായ നേതാവാണ് ചെങ്കിസ് ഖാൻ. മൾട്ടി എത്തനിക്, മൾട്ടി ലിംഗ്വൽ, മൾട്ടി റിലീജിയസ് റഷീം. അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ബഹുവംശ, ബഹുഭാഷ, ബഹുമത ഭരണ സംവിധാനമായിരുന്നു എന്ന് പറയാം. ജോയിൻ ടുഗദർ, മംഗോളിയന്മാരെ യോജിപ്പിക്കാൻ ഈ നിയമം സഹായിച്ചു. റിട്ടൈൻ ദെയർ എത്തനിക് ഐഡൻറ്റിറ്റി, വംശീയ സ്വത്വം അവരെ നിലനിർത്താൻ വേണ്ടി ഈ നിയമം അദ്ദേഹത്തെ, അല്ലെങ്കിൽ യാസ എന്ന് പറയുന്ന നിയമം അവരെ സഹായിച്ചു. മംഗോളിയാസ് നാഷണൽ ഹീറോ. ഇപ്പോൾ ഈ കാലത്ത് മംഗോളിയയുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ മംഗോളിയക്കാരുടെ ഒരു ദേശീയ ഹീറോയാണ്, ദേശീയ നേതാവാണ് ചെങ്കിസ് ഖാൻ. അടുത്ത ചോദ്യം പരിശോധിക്കാം. ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. ഹ്യൂമനിസം, മാനവികത എങ്ങനെയാണ് കലയെയും വാസ്തുവിദ്യയെയും സാഹിത്യത്തെയൊക്കെ സ്വാധീനിച്ചത് എന്നാണ് പരിശോധിക്കാൻ വേണ്ടി പറയുന്നത്. വാല്യൂ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത് എന്ന് പരിശോധിക്കാം. വാല്യൂ പോയിൻറ്റ്സ്. റിനൈസൻസ്, ആർട്ട്, ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ. നവോത്ഥാന കല, വാസ്തുവിദ്യ, സാഹിത്യം. വാല്യൂ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആർട്ടിസ്റ്റ് ആൻഡ് റിയലിസം, കലാകാരന്മാരും റിയലിസവും. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ആർട്ട്, റിയലിസം. നവോത്ഥാന കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റിയലിസമാണ്. ആൻഡ്രിയസ് വെസാലിയസ് ഫസ്റ്റ് ടു ഡിസെക്ട് ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറി മുറിച്ചത് ആൻഡ്രിയസ് വെസാലിയസ് ആണ്. യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റിംഗ്, എണ്ണച്ചായം ഈ കാലത്ത് ചിത്രരചനയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. നോളേജ് ഓഫ് ജിയോമെട്രി, ക്ഷേത്രഗണിതത്തിൽ അവർ അറിവ് നേടി. നോളജ് ഓഫ് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിലും അറിവ് നേടി. ഫിസിയോളജി, ശരീരശാസ്ത്രത്തിലും അറിവ് നേടി. ഇതൊക്കെ കലയെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കാൻ അവരെ സഹായിച്ചു. ലിയാനാർഡോ ഡാ വിൻസി, മൊണോലിസ, ദ ലാസ്റ്റ് സപ്പർ. ലിയാനാർഡോ വരച്ച 2 പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് മൊണോലിസ, ദ ലാസ്റ്റ് സപ്പർ. മൈക്കിൾ ആഞ്ചലോയുടെ ഏറ്റവും പ്രശസ്തമായ ശില്പമാണ് ദ പിയത്ത. ആർക്കിടെക്ചർ, വാസ്തുവിദ്യ. റിവൈവൽ ഓഫ് ഇമ്പീരിയൽ റോമൻ സ്റ്റൈൽ കോൾഡ് ക്ലാസിക്കൽ. റോമൻ കലാശൈലിയുടെ പുനരുജ്ജീവനത്തെയാണ് ക്ലാസിക്കൽ കല എന്ന് പറയുന്നത്. മൈക്കിൾ ആഞ്ചലോ പെയിൻറ്റഡ് സീലിംഗ് ഓഫ് സിസ്റ്റൈൻ ചാപ്പൽ. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകൾ വശം പെയിൻറ് ചെയ്തത് മൈക്കിൾ ആഞ്ചലോ ആണ്. ചിത്രങ്ങൾ വരച്ചത് മൈക്കിൾ ആഞ്ചലോ ആണ്. ദ പിയത്ത സ്കൾപ്ചർ ആണ്. ഒരു പിയത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശില്പമാണ്. പിയത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൈക്കിൾ ആഞ്ചലോയുടെ ശില്പമാണ്. ഡിസൈൻ ദ ഡോം ഓഫ് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ താഴികക്കുടം രൂപകൽപ്പന അദ്ദേഹം ചെയ്തു. ഫിലിപ്പോ ബ്രൂണോലെഷി അദ്ദേഹം ഡോമോ ഓഫ് ഫ്ലോറൻസ്, ഇറ്റാലിയൻ കത്തീഡ്രലിൻ്റെ ഡോമോ ഓഫ് ഫ്ലോറൻസ് അദ്ദേഹമാണ് ഡിസൈൻ ചെയ്തത്. ന്യൂ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യരെക്കുറിച്ചുള്ള പുത്തൻ സങ്കല്പം. ഹ്യൂമനിസ്റ്റ് ഫ്രം വെനീസ്, ഫ്രാൻസിസ്കോ ബാർബറോ.
പാംലെറ്റ് അക്വിസിഷൻ ഓഫ് വെൽത്ത് ആസ് എ വെർച്യു. സ്വത്ത് സമ്പാദനം ഒരു ഗുണമായിട്ടാണ് ഫ്രാൻസിസ്കോ ബാർബറോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമായ പാംഫ്ലെറ്റിൽ പറയുന്നത്. ലോറൻസ വാല ഓൺ പ്ലഷർ, ലോറൻസ വാല എഴുതിയ കൃതിയാണ് ഓൺ പ്ലഷർ. കണ്ടംപ്റ്റ് ദ ക്രിസ്ത്യൻ റെസ്ട്രിക്ഷൻ എഗെയിൻസ്റ്റ് പ്ലഷർ, സുഖത്തിനെതിരെ കത്തോലിക്ക സഭയുടെ നിലപാടിനെ അദ്ദേഹം, അതായത് ലോറൻസ വല, എതിർത്തു. നിക്കോളോ മാക്കിയവെല്ലി അദ്ദേഹം എഴുതിയ പ്രശസ്തമായ കൃതിയാണ് ദ പ്രിൻസ്, റോട്ട് അബൌട്ട് ഹ്യൂമൻ നേച്ചർ, മനുഷ്യ പ്രകൃതത്തെക്കുറിച്ച് ഈ കൃതിയിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ജോഹന്നാസ് ഗുട്ടൻബർഗ് ഏറ്റവും പ്രശസ്തനാണ്. ഫസ്റ്റ് പ്രിന്റഡ് ബുക്സ്, ആദ്യമായി ബുക്ക് പ്രിന്റ് ചെയ്ത വ്യക്തിയാണ് ജോഹന്നാസ് ഗുട്ടൻബർഗ്. ബൈബിളാണ് അദ്ദേഹം പ്രിന്റ് ചെയ്തത്. ആദ്യ മുദ്രിത പുസ്തകം ബൈബിളാണ്. 9ാമത്തെ ചോദ്യം പരിശോധിക്കാം. ഇതാ എംപറർ, ഇത് അരിസ്റ്റോക്രസി ആൻഡ് ആർമി വേർ ദ 3 മെയിൻ പ്ലേയേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിലെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ ശക്തിയും ചക്രവർത്തിയും പ്രഭുവർഗവും അതുപോലെ സൈന്യവുമാണ്. അനലൈസ് ദ റോമൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഓൺ ദ ബേസിസ് ഓഫ് എബോവ് സ്റ്റേറ്റ്മെൻറ്റ്. റോമിലെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് വിവരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയാസ് ടു ബി കൺസിഡേർഡ്, പരിഗണിക്കേണ്ട മേഖലകൾ. ദ ഇയർലി എംപയർ, ആദ്യകാല സാമ്രാജ്യത്തെക്കുറിച്ച് എഴുതണം. പ്രവിശ്യയെക്കുറിച്ച് എഴുതണം. സിറ്റീസ്, നഗരങ്ങളെക്കുറിച്ച് എഴുതണം. ഏർബൻ ലൈഫ്, നാഗരിക ജീവിതത്തെക്കുറിച്ച് എഴുതണം. വാല്യൂ പോയിന്റ്സ് നമുക്ക് പരിശോധിക്കാം. റോമൻ എംപയർ കവേർഡ് വാസ്റ്റ് ഏരിയാസ് ദാറ്റ് ഇൻക്ലൂഡ് മോസ്റ്റ് ഓഫ് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ സാമ്രാജ്യമാണ്. അതിൽ യൂറോപ്പ്, അതുപോലെ തന്നെ മധ്യ ഏഷ്യ, ആഫ്രിക്കയൊക്കെ ഉൾപ്പെടും. സോഴ്സസ് എന്തൊക്കെയാണ് ഇതിനുള്ള തെളിവുകൾ? സോഴ്സസ്: ടെക്സ്റ്റ് അനാൽസ്, അന്നത്തെ ചരിത്ര ഗ്രന്ഥങ്ങൾ, അനാൽസ് ചരിത്രം ലഭ്യമാണ്. ഡോക്യുമെൻ്ററി സോഴ്സസ്: പാപ്പറോളജിസ്റ്റ്, പാപ്പറസിൽ എഴുതിയ രേഖകൾ ലഭ്യമാണ്. ഡോക്യുമെൻ്ററികൾ, രേഖകൾ ലഭ്യമാണ്. മെറ്റീരിയൽ റിമെയിൻസ്: ബിൽഡിങ്സ്, മോണ്യുമെൻറ്റ്സ്, പോട്ടറി, കോയിൻസ് എക്സെട്ര. ഭൗതിക വസ്തുക്കളാണ് ഇവയെല്ലാം. ദ ഏർലി റോമൻ എംപയർ, ആദ്യകാല റോമൻ സാമ്രാജ്യം. ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 2 phases, 2 ഘട്ടമായി നമുക്ക് വിഭജിക്കാം. എർലി എംപയർ അപ് ടു 3rd century, 3ാം നൂറ്റാണ്ട് വരെ ആദ്യകാല റോമൻ സാമ്രാജ്യം എന്നാണ് പറയുന്നത്. അതിനുശേഷമുള്ള 4ാം നൂറ്റാണ്ട് മുതൽ 7ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ ലേറ്റർ ഏജ് എന്നാണ്, ലേറ്റർ പീരീഡ് എന്ന് വിളിക്കാം. ദ റെഷീം എസ്റ്റാബ്ലിഷ്ഡ് അഗസ്റ്റസ് ഫസ്റ്റ് എംപറർ 27 BC. 27 BC-യിൽ അഗസ്റ്റസ് ആദ്യമായിട്ട് സാമ്രാജ്യം രൂപീകരിച്ചു. അഗസ്റ്റസിൻ്റെ ഭരണത്തെ പ്രിൻസിപ്പേറ്റ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ഭരണത്തെ, ഭരണ സമ്പ്രദായത്തെ പ്രിൻസിപ്പേറ്റ് എന്നാണ് വിളിക്കുന്നത്. പ്രിൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ലീഡിംഗ് സിറ്റിസൺ, നോട്ട് അബ്സല്യൂട്ട് റൂളർ. പരമാധികാരി ആയിരുന്നില്ല, ലീഡിംഗ് സിറ്റിസണായിട്ടാണ് അറിയപ്പെടുന്നത്. സെനറ്റ്, ബോഡി വിച്ച് ഹാഡ് കൺട്രോൾഡ് റോം ഏർലിയർ. റോമിനെ ആദ്യകാലം നിയന്ത്രിച്ചിരുന്നത് സെനറ്റ് എന്ന് പറയുന്ന ഒരു ബോഡിയായിരുന്നു, ഒരു സഭയായിരുന്നു. വെൻ ഇറ്റ് വാസ് റിപ്പബ്ലിക്, അന്ന് ഇതൊരു റിപ്പബ്ലിക് ആയിരുന്നു. അന്ന് റോം ഒരു റിപ്പബ്ലിക് ആയിരുന്നു. സെനറ്റ്, എ ബോഡി റെപ്രസെൻറ്റിംഗ് ദ അരിസ്റ്റോക്രസി, വെൽത്തിയസ്റ്റ് ഫാമിലീസ് ഓഫ് റോം. റോമിലെ സമ്പന്ന പ്രഭു വിഭാഗമായിരുന്നു ഈ സെനറ്റിലെ അംഗങ്ങൾ. ആർമി നെക്സ്റ്റ് ടു ദ എംപറർ ആൻഡ് സെനറ്റ്. ചക്രവർത്തിയും സെനറ്റും കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടുള്ള സംവിധാനമായിരുന്നു സൈന്യം. പെയ്ഡ് ആൻഡ് പ്രൊഫഷണൽ ആർമി, ലാർജസ്റ്റ് സിംഗിൾ ഓർഗനൈസേഷൻ, ഏറ്റവും വലിയ സംവിധാനമാണ്, സംഘടന ആണ് ആർമി. ശമ്പളം നൽകിയിട്ടുള്ള സൈന്യമായിരുന്നു, സ്ഥിരമായിട്ടുള്ള സൈന്യം ആയിരുന്നു. എംപറർ, ദ അരിസ്റ്റോക്രസി ആൻഡ് ദ ആർമി വേർ ദ മെയിൻ പ്ലേയേഴ്സ് ഇൻ ദി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ റോം. ചക്രവർത്തി, പ്രഭുക്കൾ, സൈന്യം സാമ്രാജ്യത്തിൻ്റെ തൂണുകളാണ്. ആരൊക്കെയാണ് തൂണുകൾ? ചക്രവർത്തി, പ്രഭുക്കൾ, സൈന്യം എന്നിവയാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ തൂണുകൾ. സക്സസ് ഓഫ് എംപറേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദെയർ കൺട്രോൾ ഓഫ് ദ ആർമി. സൈന്യത്തെ നിയന്ത്രിക്കുന്നതിന് അനുസരിച്ചാണ് ഓരോ ചക്രവർത്തിയും വിജയിച്ചിട്ടുള്ളത്. ഈ ഫെയിൽഡ് സിവിൽ വാർ, അഥവാ സൈന്യത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആഭ്യന്തര യുദ്ധം നടക്കുമായിരുന്നു. ഫസ്റ്റ് 2 centuries ഫ്രീ ഫ്രം സിവിൽ വാർ. ആദ്യത്തെ 2 നൂറ്റാണ്ടും ഇത്തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് 2 centuries വേർ ഫ്രീ ഫ്രം സിവിൽ വാർ.
സക്സഷൻ ഓൺ ത്രോൺ ഹെറിഡിറ്ററി, നാച്ചുറൽ ഓർ അഡാപ്റ്റീവ് സൺ. യഥാർത്ഥം അല്ലെങ്കിൽ ദത്തുപുത്രന്മാർക്ക് പിന്തുടർച്ച അവകാശം ലഭിച്ചിരുന്നു. ടൈബീരിയസ് അഗസ്റ്റസ് അഡാപ്റ്റഡ് സൺ. ടൈബീരിയസ് അഗസ്റ്റസിന് ശേഷം അധികാരത്തിൽ വന്ന ടൈബീരിയസ് അഗസ്റ്റസിൻ്റെ ദത്തുപുത്രനായിരുന്നു. ഫസ്റ്റ് 2 centuries ഫ്രീ ഫ്രം എക്സ്റ്റേണൽ വാർഫെയർ. അഗസ്റ്റസ് സേജ് ഏജ് ഓഫ് പീസ്. ആദ്യ 2 നൂറ്റാണ്ടുകൾ ആഭ്യന്തരവും വൈദേശികവുമായ യുദ്ധങ്ങളിൽ നിന്ന് റോം മുക്തമായിരുന്നു. ആ കാലത്തെ അഗസ്റ്റസിൻ്റെ കാലം സമാധാനത്തിൻ്റെ കാലം എന്ന് അറിയപ്പെട്ടിരുന്നു. ഓൾ ടെറിട്ടറീസ് പ്രൊവിൻസസ് സബ്ജക്റ്റ് ടു ടാക്സേഷൻ. സാമ്രാജ്യം മുഴുവൻ പ്രവിശ്യകളായി വിഭജിച്ച് നികുതി ഏർപ്പെടുത്തി. 2nd century 2-ാം നൂറ്റാണ്ടിൽ റോമൻ എംപയർ സ്കോട്ട്ലാൻഡ് ടു ബോർഡേഴ്സ് ഓഫ് അർമേനിയ, സഹാറ ടു യൂഫ്രട്ടസ്. 2-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലാൻഡ് മുതൽ അർമേനിയൻ അതിർത്തി വരെയും സഹാറ മുതൽ യൂഫ്രട്ടസ് നദി വരെയും റോമൻ സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. ഏർബനൈസേഷൻ ഹെൽപ്ഡ് ടു കൺട്രോൾ എംപയർ. നഗരവൽക്കരണം ഭരണത്തിന് സഹായകരമായി. മെഡിറ്ററേനിയൻ ഷോർസ്, ഫോർ എക്സാമ്പിൾ കാർത്തേജ്, അലക്സാൻഡ്രിയ, ആൻറ്റിയോക്ക്, ദീസ് വേർ ഗ്രേറ്റ് സിറ്റീസ്. മെഡിറ്ററേനിയൻ നദിയുടെ തീരത്തുള്ള കാർത്തേജ്, അലക്സാൻഡ്രിയ, ആൻറ്റിയോക്ക് ഇവയെല്ലാം വൻ നഗരങ്ങളായിരുന്നു. ത്രൂ ദ സിറ്റീസ് ഇമ്പോസ്ഡ് ടാക്സസ് ഓൺ റൂറൽ ഏരിയാസ്. നഗരത്തിൻ്റെ ഭാഗമായിരുന്നു ഗ്രാമങ്ങൾ. നഗരങ്ങളാണ് ഗ്രാമങ്ങളിൽ നികുതി ചുമത്തിയിരുന്നത്. ഗ്രാമങ്ങളിൽ നിന്ന് നികുതി പിരിച്ചിരുന്നത് നഗരങ്ങളായിരുന്നു. അങ്ങനെ ഓരോ നഗരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമ്രാജ്യത്തെ റോമൻ ചക്രവർത്തി നിയന്ത്രിച്ചു. നഗരത്തിലെ ഉയർന്ന വിഭാഗം ഭരണം, സൈന്യം എന്നിവ അവരായിരുന്നു നയിച്ചിരുന്നത്. ത്രൂ ദ സിറ്റീസ് ദേ ഇമ്പോസ്ഡ് ടാക്സസ് ഓൺ റൂറൽ ഏരിയാസ്. സപ്പോർട്ട് ഓഫ് എംപറേഴ്സ്. അതുപോലെ തന്നെ നഗരത്തിലെ ഉയർന്ന വിഭാഗമായിരുന്നു ചക്രവർത്തിയെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ചക്രവർത്തിയുടെ സപ്പോർട്ടോട് കൂടിയായിരുന്നു നഗരത്തിലെ സമ്പന്ന വിഭാഗം സൈന്യവും അതുപോലെ തന്നെ ഭരണവും നിയന്ത്രിച്ചിരുന്നത്. വൺ അഡ്വാൻറ്റേജ് ഓഫ് ലിവിങ് ഇൻ സിറ്റീസ്. നഗരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ചില മേന്മകളുണ്ടായിരുന്നു. ബെറ്റർ പ്രൊവൈഡഡ് ഫുഡ്. നല്ല ഭക്ഷണം, കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുമായിരുന്നു. ക്ഷാമത്തിൻ്റെ കാലത്ത് പോലും ഭക്ഷണം അവർക്ക് ലഭിക്കുമായിരുന്നു. പബ്ലിക് ബാത്സ്. സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു പൊതു കുളിമുറികൾ. നഗരജീവിതത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് കാണാം പബ്ലിക് ബാസ്. സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ്. ഏർബൻ പോപ്പുലേഷൻ. ഹൈ ലെവൽ ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഉയർന്ന നിലവാരമുള്ള വിനോദങ്ങളിൽ ഈ പട്ടണത്തിലെ ജനങ്ങൾ ഏർപ്പെട്ടിരുന്നു. വൺ കലണ്ടർ. സ്പെക്ടാക്കുല മീൻസ് ഷോസ് നോ ലെസ് ദാൻ 176 days ഓഫ് ദ ഇയർ. ഒരു വർഷത്തിൽ 176 ദിവസവും ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ആ കലണ്ടറിൽ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. ക്രിറ്റിക്കലി അനലൈസ് ദ എക്കണോമിക് സോഷ്യൽ കണ്ടീഷൻ ഓഫ് റോമൻ സൊസൈറ്റി. റോമൻ സമൂഹത്തിലെ സാമ്പത്തികവും സാമൂഹികമായ അവസ്ഥയെക്കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയാസ് ടു ബി കൺസിഡേർഡ്. എക്കണോമിക് എക്സ്പാൻഷൻ, സാമ്പത്തിക വ്യാപനം. കൺട്രോളിംഗ് വർക്കേഴ്സ്, തൊഴിലാളികളെ നിയന്ത്രിക്കൽ. സോഷ്യൽ ഹയറാർക്കീസ്, സാമൂഹിക വിഭാഗങ്ങൾ. എക്കണോമിക് എക്സ്പാൻഷൻ. എംപയർ ഹാഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. ഹാർബേഴ്സ്, മൈൻസ്, ക്വാറീസ്, ബ്രിക്യാർഡ്, ഒലീവ് ഓയിൽ ഫാക്ടറീസ് എക്സെട്ര. സാമ്പത്തിക അടിത്തറ റോമൻ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. തുറമുഖം, ഖനികൾ, ക്വാറികൾ, ഇഷ്ടിക കളങ്ങൾ, ഒലിവെണ്ണ ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നു. വീറ്റ്, വൈൻ ആൻഡ് ഒലിവ് ഓയിൽ ട്രേഡഡ് ആൻഡ് കൺസ്യൂംഡ്. ഗോതമ്പ്, വീഞ്ഞ്, ഒലിവ് എണ്ണ എന്നിവ കച്ചവടം നടത്തിയിരുന്നു, ഉപയോഗിച്ചിരുന്നു. ദേ കെയിം ഫ്രം സ്പെയിൻ, നോർത്ത് ആഫ്രിക്ക ആൻഡ് ഈജിപ്ത്. ഇവയെല്ലാം കൊണ്ടുവന്നിരുന്നത് സ്പെയിനിൽ നിന്നും നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ആയിരുന്നു. ആംഫറെ മീൻസ് വൈൻ ആൻഡ് ഒലീവ് ഓയിൽ കണ്ടെയ്നേഴ്സ്. ഒലിവ് എണ്ണ കൊണ്ടുവന്ന വലിയ കണ്ടെയ്നറുകളെ വിളിച്ചിരുന്നത് ആംഫറെ എന്നായിരുന്നു. ഡ്രസൽ 20 എന്ന് വിളിച്ചിരുന്നത് സ്പാനിഷ് ഒലിവ് ഓയിൽ കണ്ടെയ്നറുകളാണ്. സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന ഒലിവ് ഓയിൽ കണ്ടെയ്നറുകളെ വിളിച്ചിരുന്നത് ഡ്രസൽ 20 എന്നായിരുന്നു. സിറിയ ആൻഡ് പാലസ്തീൻ വേർ മേജർ എക്സ്പോർട്ടേഴ്സ് ഓഫ് വൈൻ ആൻഡ് ഒലിവ് ഓയിൽ. സിറിയയും പാലസ്തീനുമായിരുന്നു വീഞ്ഞ്, ഒലിവ് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിൽ മുന്നിട്ട് നിന്നിരുന്നത്. Roman territories included less advanced state, for example, Algeria in Africa.
ഈ റോമൻ സാമ്രാജ്യത്തിൽ ദരിദ്ര പ്രദേശവും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ആഫ്രിക്കയിലെ അൾജീരിയ. പീപ്പിൾ വേർ പാസ്റ്ററൽ ആൻഡ് സെമി നൊമാഡിക്. അവരൊക്കെ അർദ്ധനാടോടികൾ ആയിരുന്നു. ലിവ്ഡ് ഇൻ ഹട്ട്സ്. കുടിലുകളിലാണ് ജീവിച്ചിരുന്നത്. ഇൻ നോർത്ത് സ്പെയിൻ ലെസ് ഡെവലപ്ഡ്. ഉത്തര സ്പെയിൻ പുരോഗതി തീരെ ഇല്ലാത്ത പ്രദേശമായിരുന്നു. ഇൻഹാബിറ്റഡ് ബൈ കെൽറ്റിക് സ്പീക്കിംഗ് പെസൻട്രി. അവിടെ താമസിക്കുന്ന ജനങ്ങൾ ഉപയോഗിച്ച് കെൽറ്റിക് സംസാരിക്കുന്ന ജനങ്ങളായിരുന്നു. കെൽറ്റിക് ഭാഷ സംസാരിക്കുന്ന ജനങ്ങളായിരുന്നു. ദേ ലിവ്ഡ് ഇൻ ഹിൽ ടോപ്പ് വില്ലേജ്. അവർ മലമുകളിലെ ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തെ വിളിച്ചിരുന്നത് കാസല്ല. ദേ ലിവ്ഡ് ഇൻ ഹിൽ ടോപ്പ് വില്ലേജ് വാസ് കോൾഡ് കാസല്ല. സോഷ്യൽ ഹയറാർക്കീസ്. സാമൂഹ്യ ശ്രേണികൾ. സെനറ്റർമാർ അഥവാ പ്രഭുക്കന്മാരായിരുന്നു ഏറ്റവും സമൂഹത്തിലെ ഉയർന്ന വിഭാഗം. രണ്ടാമത്തത് ഇക്വിറ്റസ് അഥവാ നൈറ്റ്സ്, വെൽത്തി ക്ലാസ്. സമ്പന്ന വിഭാഗമാണ് ഇക്വിറ്റസ്. സമ്പന്ന പ്രഭു വിഭാഗമാണ്. മൂന്നാമത്തെ വിഭാഗം റെസ്പെക്റ്റബിൾ സെക്ഷൻ, മിഡിൽ ക്ലാസ്. ബഹുമാന്യ വിഭാഗമാണിവ. ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥന്മാർ. ആർമി, സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാർ. മെർച്ചൻസ് ആൻഡ് ഫാമേഴ്സ്, കച്ചവടക്കാരും അതുപോലെ തന്നെ ഫാമേഴ്സും ഒക്കെ ഇതിൽ ഉൾപ്പെടുമായിരുന്നു. നാലാമത്തെ പ്ലെബ്സ് സോർഡിഡ ഓർ ഹ്യൂമിലിയോറസ്, ലോവർ ക്ലാസ്. ലേബേഴ്സ്, ആർട്ടിസൻസ്. നാലാമത്തെ വിഭാഗം തൊഴിലാളികളാണ്. പ്ലെബ്സ് സോർഡിഡ എന്നറിയപ്പെടുന്നു. ഹ്യൂമിലിയോറസ് എന്നറിയപ്പെടുന്നു. കരകൗശല വിദഗ്ധന്മാരൊക്കെ ഇതിൽ ഉൾപ്പെടും. ഏറ്റവും ലാസ്റ്റ്, അവസാന, സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗം എന്ന് പറയുന്നത് സ്ലേവ്സ് ആയിരുന്നു. ലോവസ്റ്റ് സ്ട്രാറ്റ, അടിമകളാണ്. സ്ലേവറി എന്ന് പറയുന്നത്, സ്ലേവറി അഥവാ കൺട്രോളിംഗ് വർക്കേഴ്സ്, അടിമത്തം, തൊഴിലാളികളെ നിയന്ത്രിക്കൽ. എന്താണ് ഈ ടോപ്പിക് എന്ന് പരിശോധിക്കാം. സ്ലേവറി, അടിമത്തം എന്ന് പറയുന്നത്. സ്ലേവറി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു, ഒരു സ്ഥാപനം പോലെ നടത്തിയിരുന്നു റോമിൽ സ്ലേവറി. അപ്പം സ്ഥിരമായ ഒരു സംവിധാനമായിരുന്നു റോമിൽ എന്ന് മനസ്സിലാക്കണം. 3 മില്യൺ സ്ലേവ്സ്, 3 ദശലക്ഷം ജനങ്ങൾ അടിമകളായിട്ടുണ്ടായിരുന്നു. പബ്ലിക് വർക്ക്സ്, അവരെ പൊതു ആവശ്യത്തിനുള്ള നിർമ്മാണ പ്രവർത്തനത്തിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അഗ്രികൾച്ചർ, പിൽക്കാലത്ത് അഗ്രികൾച്ചറൊക്കെ കാർഷിക മേഖലയിലും അടിമകളെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ലേറ്റർ ഫ്രീഡ്മെൻ, പിൽക്കാലത്ത് ഇവരെ സ്വതന്ത്രരായിട്ട് വിട്ടിരുന്നു. കൺട്രോളിംഗ് വർക്കേഴ്സ്. റോമൻ അഗ്രികൾച്ചറൽ റൈറ്റേഴ്സ്, കാർഷിക എഴുത്തുകാർ. സൂപ്പർവിഷൻ എസെൻഷ്യൽ, മേൽനോട്ടം അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്കേഴ്സ് ഗ്രൂപ്പ്ഡ് ഇൻ ടു ഗാങ് ഓർ ടീം. തൊഴിലാളികളെ ഗാങ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തിരിച്ചിരുന്നു, ടീമായിട്ട് തിരിച്ചിരുന്നു. പ്ലിനി ദ എൽഡസ്റ്റ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ പറയുന്നത്, അദ്ദേഹം കണ്ടംഡ്, അദ്ദേഹം ഈ സമ്പ്രദായത്തെ, തൊഴിലാളികളെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിനെ എതിർത്തിരുന്നു. വർക്കേഴ്സ് വെയർ എ മാസ്ക്. തൊഴിലാളികൾ ഒരു മുഖം മൂടി ധരിക്കണമായിരുന്നു. പരസ്പരം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുഖം മൂടി ധരിക്കുന്നത്. വർക്കേഴ്സ് സൈൻഡ് ഡെപ്റ്റ് കോൺട്രാക്റ്റ്. ഇങ്ങനെയുള്ള തൊഴിലാളികൾ ഒരു കടക്കരാറിൽ ഒപ്പിടണമായിരുന്നു. അങ്ങനെ കടക്കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊഴിലാളികൾക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല. ചെറിയ കൂലിക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവർ ഒരു കടക്കരാറിൽ, ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഇത്ര രൂപ കൈപ്പറ്റിയിരിക്കുന്നു, ഇത്ര പണം കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. അതാണ് ഡെപ്റ്റ് കോൺട്രാക്റ്റ്, കടക്കരാർ എന്നറിയപ്പെടുന്നത്. പാരൻസ് സോൾഡ് ദെയർ ചിൽഡ്രൻ ഇൻ ടു സെർവിറ്റ്യൂഡ് ഫോർ എ പീരീഡ് ഓഫ് 25 years. കുട്ടികളെ രക്ഷിതാക്കൾ 25 വർഷത്തേക്ക് അടിമയായി വിറ്റിരുന്നു.